അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മാഷ് പറയേണ്ടതില്ല. നിങ്ങളുടെ ക്ലാസ് അധ്യാപകർ കൃത്യമായി കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിട്ട് മധുരം രുചിരം എന്ന ഒന്നാമത്തെ പാഠം മുതൽ ബാബാ സാഹിബ് അംബേദ്കർ എന്ന പാഠം വരെയാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ആ ഒരു പാഠം വരെ എല്ലാ ക്ലാസ്സും ഏകദേശം എല്ലാ സ്കൂളുകളിലും പാഠം എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ മധുരം രുചിരം എന്നുള്ളത് നമ്മുടെ ഒരു സുഭാഷിതം ആണ്. ആദ്യം തന്നെ ആ സുഭാഷിതം 3 സുഭാഷിതമാണ് ആ പാഠത്തിലുള്ളത്. ആ 3 നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. പുതിയ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത്, കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. ഇതുവരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു പാഠഭാഗമാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ വർഷം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളൊക്കെ സംശയം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഏറ്റവും മനോഹരമായി നമ്മുടെ ഈ പാഠഭാഗം കൃത്യമായി പഠിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കടമ. അപ്പോൾ ഒന്നാമത്തെ പാഠം മധുരം രുചിരം എന്നുള്ളതാണ്. ഈ മധുരം രുചിരം എന്ന പാഠത്തിലെ നിങ്ങൾ അതിന്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ഈ ഐക്യം ബലം സമാജസ്യ എന്നുള്ള സുഭാഷിതത്തിന് തൊട്ട് മുകളിലായിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ചോദ്യം വരിക? സമൂഹസ്യ നിർമ്മാണായ ഡാഷ് പരിപാലയാനി, അല്ലെ? സമൂഹസ്യ നിർമ്മാണായ ഡാഷ് പരിപാലനീയാനി. അപ്പൊ ആ ഉത്തരം അവിടെ തന്നെ ഉണ്ട്. ആ പാഠഭാഗത്തിലെ ഏറ്റവും മുകളിൽ വായിച്ചിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. പെൻസിൽ ഉണ്ടാവില്ല കയ്യിൽ കുട്ടികളെ? പെൻസിൽ ഉണ്ടാവണം. പെൻസിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അതിൽ ടെക്സ്റ്റിൽ. അല്ലെങ്കിൽ പിന്നീട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും, ഗ്രൂപ്പിൽ അയച്ചു തരും. അപ്പോ അവിടെ ഉത്തരം വരുന്നത് ധാർമ്മിക മൂല്യാനി എന്നുള്ളതാണ്. ധാർമ്മിക മൂല്യാനി, സമൂഹസ്യ നിർമ്മാണായ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി. അടുത്ത ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് തന്നെ വരുന്നത് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ. കാനി മഹദുപകാരകാണി ഭവന്തി. കാനി മഹദുപകാരകാണി ഭവന്തി. എന്താണ് ഏറ്റവും ഉപകാരമായിട്ട് ഭവിക്കുന്നത്? ഉത്തരം സുഭാഷിതം ആണ്. സുഭാഷിതാനി. ചിലപ്പോൾ കിം മഹദുപകാരകം ഭവതി എന്നും ചോദിക്കാം ഏകവചനത്തിൽ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ സുഭാഷിതം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ കാനി എന്ന ബഹുവചനം ചോദിച്ചാൽ സുഭാഷിതാനി എന്ന് ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കണം. അതുപോലെ മറ്റൊരു ചോദ്യം അതിൽ വരാൻ സാധ്യതയുള്ളത്, സുഭാഷിതം പഠിക്കുന്ന അവസരത്തിൽ ഐക്യം ബലം സമാജസ്യ തദഭാവേസ ദുർബല തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിന. എന്ന് പറയുമ്പോൾ അവിടെ സമാജസ്യ ബലം കിം? സമാജസ്യ ബലം കിം? ഐക്യം. നമ്മുടെ ഐക്യമാണ് അല്ലെ? നമുക്കറിയാം ഒത്തുപിടിച്ച മലയിൽ പോരുന്നൊക്കെ നമ്മൾ പറയാം മലയാളത്തിൽ, അല്ലെ? ഐക്യമാണ് നമ്മുടെ സമാജത്തിന്റെ, സമൂഹസ്യ ബലം ഭവതി ഐക്യം. അടുത്ത ക്വസ്റ്റ്യൻ അത് ആ പാഠത്ത് തന്നെ വരുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ. നിശ്ചയേന ഇത്യർത്ഥകം പദം കിം? നിശ്ചയേന ഇത്യർത്ഥകം പദം കിം? നിശ്ചയേന എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു പദം ഈ ഒരു ശ്ലോകത്തില്, സുഭാഷിതത്തില് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ അത് ദൃഢം എന്നുള്ളതാണ്, അല്ലെ? ദൃഢം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ദൃഢം പാഠത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക പെൻസിൽ കൊണ്ട്. ദൃഢം. മറ്റൊന്ന് അടുത്ത ഒരു പദച്ഛേദമാണ്, അല്ലെ? പദച്ഛേദം എല്ലാവർക്കും അറിയാലോ, ഏറ്റവും എളുപ്പമാണ് പദച്ഛേദം. നമ്മൾ ഇതിൽ പാഠഭാഗത്തിൽ വരുന്ന ചില പദച്ഛേദങ്ങൾ മാത്രമേ നമുക്ക് പ്രയാസം അനുഭവിക്കാറുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് അത് കൃത്യമായി പഠിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ആ 4 ഓപ്ഷൻ കാണുമ്പോൾ അറിയാതെ ചിലപ്പോൾ മാറിയിട്ട് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല, അതിന്റെ കൃത്യമായ
പദച്ഛേദം തന്നെ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം എന്നുള്ളതാണ്. തസ്മാദൈക്യം എന്നുള്ള പദത്തിന്റെ പദച്ഛേദമായിട്ട് എങ്ങനെ പറയാം? തസ്മാത് പ്ലസ് ഐക്യം, തസ്മാത് പ്ലസ് അധികം ഐക്യം, തസ്മാദൈക്യം. അടുത്ത ചോദ്യം അതിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഭവിഷ്യതി. ഭവിഷ്യതി ലകാരഃ കഃ. എന്താണ് മക്കളെ ലകാരഃ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ലകാരഃ എന്ന് പറഞ്ഞാല് കാലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. സംസ്കൃതത്തില് 10 ലകാരങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10 ലകാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഋട്ട് അല്ലെ? ഋട്ട് എന്ന് പറഞ്ഞാല് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഋട്ട് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഭവിഷ്യതി അല്ലെ? ലകാരം. ഇപ്പൊ ലെട്ട് കേട്ടിട്ടുണ്ടോ? ലെട്ട് വർത്തമാനകാല ക്രിയാപദങ്ങൾ നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ് അല്ലെ? അപ്പൊ വർത്തമാനകാല ക്രിയാപദത്തിലേക്ക് വരുന്നതാണ് ഭവതി. ആ ഭവതി എന്ന ക്രിയയുടെ ഋട്ടാണ്, ഭാവികാല ക്രിയാപദമാണ് ഭവിഷ്യതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഠതി, ലെട്ട് ലകാരം, ഇതിന്റെ ഋട്ട് പഠിഷ്യതി. മറ്റൊരു ഉദാഹരണം. അപ്പൊ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. അടുത്തത് അവഗച്ഛതി ഇത്യർത്ഥകം ക്രിയാപദം കിം. ഈ പാഠത്തില് അവഗച്ഛതി അല്ലെ? അവഗച്ഛതി അടുത്ത രണ്ടാമത്തെ സുഭാഷിതത്തിലാണ്. ഈ പറഞ്ഞ ഭവിഷ്യതിയും അടുത്ത ഈ ചോദ്യവും രണ്ടാമത്തെ സുഭാഷിതമായാണ്. കശ്ചിദപി ജാനാതി കിം കസ്യശോ ഭവിഷ്യതി അധശ്വകരണീയാനി കുര്യാദീവ ബുദ്ധിമാൻ എന്ന സുഭാഷിതത്തിലെ ഒരു ചോദ്യമാണിത്. ഭവിഷ്യതി അത്ര ലകാരഃ കഃ ഋട്ട് അവഗച്ഛതി അല്ലെ? അവഗച്ഛതി മനസ്സിലാക്കുന്നു. ഇത്യർത്ഥകം ക്രിയാപദം കിം എന്ന അർത്ഥത്തിലുള്ള ക്രിയാപദം ജാനാതി. അതെ, ജാനാതി എന്നുള്ളതാണ് അല്ലെ? അതിലുണ്ട്. ഒന്നാമത്തെ വരി തന്നെ ഉണ്ടത് കശ്ചിദപിന ജാനാതി കശ്ചിദപിന അവഗച്ഛതി ഇത്യർത്ഥം. അടുത്തത് എട്ടാമത്തെ ചോദ്യം നോക്കിയേ. കഹ സ്വകരണീയാനി കാര്യാണി അതീവ കുര്യാത്. അല്ലെ? ആര്? സ്വഹകരണീയാനി കാര്യാണി, നാളെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതീവ ഇന്ന് തന്നെ ചെയ്യണം. അത് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഉപദേശം അല്ലെ? ഈ സുഭാഷിതം തരുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം പകർത്തേണ്ടതാണ്. കാരണം നമ്മളെല്ലാം അങ്ങനെയാണ് അല്ലെ? തലേന്ന് പോയി പഠിക്കാൻ നിൽക്കും. പക്ഷേ ഈ സുഭാഷിതം അല്ലെ? നമ്മൾ ബുദ്ധിമാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യും അല്ലെ? ഒരു മുമ്പേ എന്ന് പറയുന്നത് അല്ലെ? ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ അത് ചെയ്തിരിക്കണമെന്നില്ല. അപ്പൊ കഹ ശ്വഹകരണീയാനി കാര്യാണി അതീവ കുര്യാത്. ആരാണ് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുന്നത്? ആരായിരിക്കും? ആരായിരിക്കും? ബുദ്ധിമാൻ. നമ്മളെ പോലുള്ള അല്ലെ? നിങ്ങൾ ഓരോരുത്തരെയും പോലെയുള്ള ബുദ്ധിമാന്മാരാണ് അല്ലെ? ബുദ്ധിമാൻ. അടുത്ത ചോദ്യവും അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ശ്ലോകത്തിൽ നിന്നാണ്, സുഭാഷിതത്തിൽ നിന്നാണ്. സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത് അല്ലെ? എന്ന സുഭാഷിതത്തിലെ ഒരു ചോദ്യമാണ്. സർവം ജാനാതി ഇതി ഇത്യസ്യ ഏകം പദം. എന്താണ് മക്കളെ ഏകം പദം എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടാവും അല്ലെ? സർവജ്ഞൻ അല്ലെ? നമ്മൾ പറയും അല്ലെ? കളിക്കുന്ന സ്ഥലം അല്ലെ? മലയാളത്തിൽ കളിക്കുന്ന സ്ഥലം എന്തായിരിക്കും? കളിസ്ഥലം അല്ലെ? നമുക്ക് അവസാനം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം തരാം അല്ലേ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് ആ പാഠത്തിൽ ഭാഷ പറയുമ്പോഴെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് അവസാനം ചോദിക്കാം. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ നമ്പർ പറഞ്ഞാലും മതി. അപ്പോ സർവം ജാനാതി ഇതി എന്നതിന്റെ ഒറ്റപ്പദം അല്ലെ? ഒറ്റപ്പദം എന്താണ്? സർവജ്ഞഃ
അല്ലെ? സർവജ്ഞഃ സർവം ജാനാതി, എല്ലാം അറിയുന്നു, അല്ലെ? എല്ലാം അറിയുന്നു എന്നതിന് ഒറ്റ പദമാണ് സർവജ്ഞഃ. അങ്ങനെ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോയാല് ആ പാഠത്തിൽ തന്നെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അല്ലെ? ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം നമുക്ക്. പ്രസാദ് മാഷേ, വീണ്ടും ഒരു പദച്ഛേദമാണ്, അല്ലെ? വീണ്ടും ഒരു പദച്ഛേദമാണ് അവിടെ ഉള്ളത്. നമ്മൾ ആ സുഭാഷിതവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സുഭാഷിതവുമായി ബന്ധപ്പെട്ട ഒരു പദച്ഛേദമാണ്. നൈകത്ര പദച്ഛേദം ലിഖത, അല്ലെ? അതിന് പദച്ഛേദം എഴുതാനാണ്. ഏറെ ചോദിച്ചു തസ്മാദൈക്യം. വീണ്ടും ഒരു പദച്ഛേദം ചോദിക്കുകയാണ്. നൈകത്ര ന അധികം ഏകത്ര, ന അധികം. ചിലപ്പോ അവിടെ ഓപ്ഷൻ തരുമ്പോൾ ഞാന്നൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നൈ പ്ലസ് ഏകത്ര കൊടുക്കാം, അങ്ങനെ പലതരത്തിലും കൊടുക്കാം. അപ്പൊ നമ്മൾ മനസ്സുറപ്പിക്കണം, ന പ്ലസ് അധികം ഏകത്ര, ന പ്ലസ് ഏകത്ര എന്നതാണ് ശരിയായതെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഇല്ലെങ്കിൽ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അടുത്തത് നമ്മളെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. പേജ് 12-ാമത്തെ പേജില് പ്രവർത്തനമുണ്ട്, അല്ലെ? ചിത്രമൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ? മാതാമഹി ഡാഷ് ആനയതി, അല്ലെ? മാതാമഹി എന്ന് പറഞ്ഞാൽ അമ്മുമ്മ, അല്ലെ? അമ്മുമ്മ ഡാഷ് ആനയതി, ആനയതി കൊണ്ടുവരുന്നു, അല്ലെ? അജാം എന്നുള്ളത്. അജാം, അല്ലെ? അജഹ എന്ന് പറഞ്ഞാല് അജാ എന്ന് പറഞ്ഞാൽ ആട് എന്നർത്ഥമാണ്. ആടിനെ അജാം ആനയതി. ആരാണ് മാതാമഹി? അജാം ആനയതി. അത് ദ്വിതീയ വിഭക്തിയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ദ്വിതീയ വിഭക്തിയിലാണ്. അജാ അതിന്റെ ദ്വിതീയാണ് അജാം, അല്ലെ? മാതാമഹി അജാം ആനയതി. അടുത്ത നോക്കിയേ, ശാസ്ത്രജ്ഞാഹ അല്ലെ? റോക്കറ്റാണ് അയക്കുന്നത്, അല്ലെ? വിക്ഷേപണീം പ്രേഷയന്തി അയക്കുന്നു. ആര്? ശാസ്ത്രജ്ഞാഹ. വിക്ഷേപണി എന്നുള്ളതിന്റെ ദ്വിതീയ വിഭക്തിയാണ് അവിടെ ഉപയോഗിക്കുന്നത്, വിക്ഷേപണീം. അതിനെയും ചിലപ്പോൾ പരീക്ഷക്ക് ശരിയായ പദം എഴുതാനാണ് പറയുക. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കണം. ബ്രാക്കറ്റിൽ പദം കൊടുത്ത് ശരിയായ പദം അവിടെ എഴുതാൻ വരും. അത് കൃത്യമായിട്ട് വിക്ഷേപണി എന്ന് കൊടുത്താൽ ഇവിടെ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റി വിക്ഷേപണി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. അടുത്ത ചോദ്യം, ബാലഹ ഡേഷ് വാദയതി, വായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാലഹ അതിന്റെ ദ്വിതീയ വിഭക്തിയിലേക്ക് വരുമ്പോൾ വീണ എന്നുള്ളതിന്റെ ദ്വിതീയ വിഭക്തി വീണാം വാദയതി. ബാലഹ വീണാം വാദയതി എന്നാവും. അടുത്ത ചോദ്യം, പിതാമഹ അച്ചാച്ച, അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? ശൃണോതി കേൾക്കുന്നു. എന്തിനാ കേൾക്കുന്നത്? ആകാശവാണിയെ കേൾക്കുകയാണ്. ആകാശവാണി റേഡിയോ ആണ്. ആകാശവാണിയെ കേൾക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ആകാശവാണിയിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുമ്പോ പിതാമഹ ആകാശവാണിയും ശൃണോതി എന്നാണ് മാറും. ആകാശവാണി എന്നുള്ളത് ആകാശവാണിയും എന്നാവും. പിന്നെ അടുത്ത് എന്താണ്? ഇവിടെ പാഠഭാഗത്തുകൾ കണ്ടിട്ടുണ്ടാവും. 14-ാമത്തെ പേജ് എടുത്ത് എല്ലാവരും
14ാമത്തെ പേജില് അമരകോശ അല്ലേ? 14 അമരകോശ കൊടുത്തിട്ട് കാണും. ഉണ്ട് നിങ്ങള് അമരകോശം കൊടുത്തിട്ടുണ്ട്. അമരകോശവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. അമരകോശവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാം അർത്ഥം ബുദ്ധി തന്നെയാണ് അല്ലെ? സമാന പദം ബുദ്ധി തന്നെയാണ് വരുന്നത്. അതിന്റെ ഓരോ പദങ്ങളും കൃത്യമായിട്ട് വെച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റിൽ കേവലം ബുദ്ധിർ മനീഷാ ഭീഷണാധീ ശേമുഷി മതി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അമരകോശം കൊടുത്തത് അങ്ങനെയാണ്. അമരകോശത്തിലെ വാക്യം അങ്ങനെയാണ്. നമുക്ക് ഒറ്റയടിക്കത് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ അത് പദം തിരിച്ച് ഇവിടെ കൊടുക്കുകയാണ്. പ്രജ്ഞ ഇത്യസ്യ സമാന പദം കിം? പ്രജ്ഞ ഇത്യസ്യ സമാന പദം കിം? ബുദ്ധി. അപ്പൊ ഒരു ചോദ്യം വീണ്ടും വീണ്ടും അതേപോലെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ധീ ഇത്യസ്യ സമാന പദം കിം? വീണ്ടും അടുത്ത അമരകോശത്തിൽ മറ്റൊരു പദം ചോദിക്കുകയാണ്. ശേമുഷി ഇത്യസ്യ സമാന പദം കിം? മതി ഇത്യസ്യ സമാന പദം കിം? ബുദ്ധി. എല്ലാത്തിനും ഉത്തരം ബുദ്ധി തന്നെയാണ്. നേരെ തിരിച്ചും ചോദിക്കാം അല്ലെ? തിരിച്ചും ചോദിക്കാം. പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചോദ്യം വരുന്നത് ആ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. തിരിച്ചും ചോദിക്കാം അല്ലെ? ബുദ്ധി സമാന പദം കിം ചോദിച്ചിട്ട് ബ്രാക്കറ്റിൽ മറ്റൊരു പദം തരാം. പ്രജ്ഞാന്ന് തരാം, ധീന്ന് തരാം, ശേമുഷിന്ന് തരാം, മതീന്ന് തരാം അല്ലെ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നാണ് അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും പദം ചോദിച്ചാൽ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കണം. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, ശേമുഷി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. എളുപ്പമാണ്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും മറ്റൊരു പദച്ഛേദാണ്. ശോ ഭവിഷ്യതി. ഭവിഷ്യതി എന്നത് അല്ലേ? നമുക്കത് സംശയം ഉണ്ടാവുന്ന കാര്യമാണ്. അവിടെ ഷോ എന്നുള്ളത് എങ്ങനെയാണ് ശ്വഹാനാവുക? ആ ഓ എന്നുള്ള സ്ഥലം മാറിയിട്ട് അത് വിസർഗമായിട്ട് മാറും. അങ്ങനെയാണ് ശ്വഹ ഭവിഷ്യതി. ആ ഓ എന്നുള്ളതാണ് അല്ലെ? ഷോ എന്ന് പറയുമ്പോൾ ഓ അല്ലേ അവസാനിക്കുന്നത്? ആ ഓകാരത്തിന്റെ അവിടെ വിസർഗമായിട്ട് മാറുന്നു. അപ്പോ ശ്വഹ ഭവിഷ്യതി എന്നായിട്ട് മാറും. നമ്മൾ അത്രയും പഠിച്ചാൽ മതി. 6ാം ക്ലാസ്സിലെ കുട്ടികൾ. ഒരുപാട് വ്യാകരണ നിയമമൊക്കെ അവിടെയുണ്ട്. ഇതൊക്കെ പഠിക്കാൻ പോയാൽ നമുക്ക് പ്രയാസമാണ്. അപ്പൊ ശ്വഹ ഭവിഷ്യതി എന്നായി മാറും. അപ്പൊ നമ്മൾ കാണുമ്പോൾ ചിലപ്പോ ഷോ ഭവിഷ്യതി അങ്ങനെ തന്നെയല്ലേ പരിച്ഛേദം എന്ന് സംശയം പരീക്ഷിക്കാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കൊടുക്കുമ്പോ ഷോ പ്ലസ് ഭവിഷ്യതി എന്ന് കൊടുക്കാം. അപ്പൊ അത് അല്ല, ശരിയായ ഉത്തരം ശ്വഹ പ്ലസ് ഭവിഷ്യതിയാണെന്ന് ഉറപ്പിക്കുക. പിന്നെ അതെ അവിടെ വീണ്ടും മറ്റൊരു ചോദ്യം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം മാത്രമാണ്. ഇവിടെ ബുദ്ധി എന്നുള്ളതിന്റെ പര്യായ പദങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ചോദിച്ച ചോദ്യം ഗണേക്കും അന്തർഭവതി. നമ്മള് ക്ലാസ്സിൽ വന്നവര് ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. കാണുമല്ലോ. കാണുന്നില്ല എങ്കിൽ അവർ ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്താൽ മതി. പിന്നെ നോക്കൂ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞില്ലേ പരീക്ഷ സ്കോളർഷിപ്പ് പരീക്ഷ എടുത്തു. നമുക്ക് അതിൽ മാർക്ക് ഫുൾ സ്കോർ ചെയ്ത് സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് യാതൊരു തരത്തിലുള്ള മറ്റ് കളികളും പറ്റില്ല. ഞാൻ പറഞ്ഞു സംസ്കൃതം കുട്ടികളാണ്. ഒരു സ്കൂളിലെ ഏറ്റവും ഒരുപാട് കുട്ടികളുണ്ട്. ഒരു 450 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല കുട്ടികൾ സംസ്കൃതം കുട്ടികളാണെന്ന് എല്ലാവരും പറയും. കാരണം അവർക്ക് സംസ്കൃതം പഠിച്ചത് കൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ട് സ്വഭാവത്തില് അവരുടെ കളികളില് എല്ലാം നല്ല കുട്ടികളായിട്ട് മാറിയിട്ടുണ്ടാവും.
ആദ്യത്തിന്റെ ക്ലാസ്സിലെ കുട്ടികളാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇമോജി അയക്കാം, കുഴപ്പമില്ല. യെസ്, ഞാൻ തുടരുകയാണ് ക്ലാസ്. അപ്പോ അടുത്തത് എന്താണ് പറയുന്നത്? ഗണേ കിം ന അന്തർഭവതി, ഗണേ കിം ന അന്തർഭവതി, അല്ലെ? അർത്ഥമല്ല, ഈ ചോദ്യം നേരത്തെ നമ്മൾ കണ്ടതാണ് അല്ലെ? ഗണത്തിൽ പെടാത്തത് ഏതാണ്? അപ്പൊ 3 ഉത്തരം തന്നിട്ടുണ്ട് ബ്രാക്കറ്റില്. ധീ, പ്രജ്ഞ, അജ. അപ്പൊ നമ്മൾക്ക് നേരത്തെ പ്രജ്ഞ, അനീജ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്ത 3 എണ്ണത്തിൽ 2 എണ്ണം എന്താണ്? ബുദ്ധിയുടെ പര്യായാണ്. 1 മാത്രമല്ല, അല്ലെ? അജ എന്നുള്ളത്, അജ എന്ന് പറഞ്ഞാൽ ആട്, അല്ലെ? ആട് എന്നതിലാണ്. അപ്പൊ അതുകൊണ്ട് അജ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു. അപ്പൊ ഈ ഗണത്തിൽ പെടില്ല. അപ്പൊ അജ എന്നുള്ളതാണ് ഉത്തരം. അടുത്തത് നോക്കാം. ഇനി ജാനാതി എന്നുള്ളൊരു ക്രിയാപദം ഉണ്ട്, അല്ലെ? ജാനാതി, ഇവിടെ ക്രിയാപദം ജാനാതി എവിടെയുണ്ട്? സർവം സർവം, അല്ലെ? സർവ സർവം ന ജാനാതി എന്നുള്ള വലിയ ജാനാതി എന്നുള്ളൊരു ക്രിയാപദമുണ്ട്. ഇവിടെ ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അസ്യ ക്രിയാപദസ്യ ധാതു കഹ, അല്ലെ? ധാതു എന്ന് പറഞ്ഞാൽ, ധാതു എന്ന് പറഞ്ഞാൽ മക്കൾ അറിയുന്ന പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷിൽ എന്താണ്? റണ്ണിങ് എന്നുള്ളത്, അല്ലെ? അത് വെർബാണ്. എന്താ വെർബിനെയാണ് നമ്മൾ ക്രിയാപദം എന്ന് ഇംഗ്ലീഷ് സംസ്കൃതത്തിൽ പറയും, അല്ലെ? റണ്ണിങ്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലെ റൂട്ട് എന്ന് പറയുന്നത് റൺ, അല്ലെ? അതിൽ നിന്നാണ് റണ്ണിങ് എന്നൊക്കെ മാറുന്നത്. അപ്പൊ അതുപോലെ സംസ്കൃതത്തിലും ക്രിയാപദം ഉണ്ട്. ജാനാതി എന്ന ക്രിയാപദം, വെർബ്, അതിന്റെ റൂട്ടാണ്, അല്ലെ? ധാതു എന്ന് പറഞ്ഞ റൂട്ട്, അല്ലെ? അത് റൂട്ടാണ് എന്തെന്നാ? എന്നാണ് ധാതു, അല്ലെ? ധാതുവിൽ നിന്നാണ് ജാനാതി എന്ന ക്രിയാപദം ഉണ്ടാകും. അപ്പൊ ചോദ്യം ഇതാണ്, അസ്യ ജാനാതി എന്ന ക്രിയാപദസ്യ, അസ്യ ക്രിയാപദസ്യ ധാതു കഹ, ധാതു ഏതാണ്? മറക്കരുത്, നാ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ജാനാതി ഉണ്ടാകുന്നത്. ശരി. പക്ഷേ അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം നമ്മൾ ചോദ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാം. ഈ കഴിഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് എട്ടാമത്തതാ? മാഷെ ഒന്ന് എട്ടാമത്തെ കാണിച്ച മാഷെ, പ്രസാദ് മാഷെ. എട്ടാമത്തത് കഹ സ്വകരണീയാനി കാര്യാണി അദ്യൈവ കുര്യാത്. ശ്വഹ എന്ന് പറഞ്ഞാൽ മക്കളെ നാളെ എന്നാണ്. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നാണ് അർത്ഥം. ഏവ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന്, അല്ലെ? അദ്യൈവ എന്നുള്ള പദത്തെ വേണമെങ്കിൽ നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ അദ്യ ഏവ എന്നാവും, ഇന്ന് തന്നെ, അല്ലെ? ശ്വഹ എന്ന് പറഞ്ഞാൽ നാളെ എന്നർത്ഥം. അപ്പൊ ചോദ്യം ഇതാണ്, കഹ ആരാണ്? ശ്വഹ കരണീയാനി, കരണീയം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, അല്ലെ? ശ്വഹ കരണീയാനി കാര്യാണി, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്യൈവ കുര്യാത്, ഇന്ന് തന്നെ ചെയ്യുന്നത്. ചെയ്യുന്നത് ബുദ്ധിമാൻ. ക്ലിയർ അല്ലേ? ഏഴാമത്തെ മനസ്സിലായിട്ടില്ല. ഏഴാമത്തെ മനസ്സിലായിട്ടില്ല. ഏഴാമത്തെ പറയാം. അവഗച്ഛതി, അല്ലെ? എവിടെ അവഗച്ഛതി എന്നുള്ളത്? നമുക്ക് ക്രിയാപതിയിൽ അവഗച്ഛതി ഉണ്ടോ ഈ പാഠത്തില്? മനസ്സിലായിട്ടില്ല. അവഗച്ഛതി പറയാം. ഏഴാമത്തെയാണ് മാഷ പറയുന്നത്. അവഗച്ഛതി എന്ന ക്രിയാപദം നമുക്ക് പാഠത്തിലില്ല. പക്ഷേ ആ അവഗച്ഛതി എന്ന അർത്ഥം വരുന്നത്, അവഗച്ഛതി പറഞ്ഞാൽ മനസ്സിലാക്കുന്നു, അല്ലെ? അറിയുന്നു എന്നൊക്കെ അർത്ഥം. അറിയുന്നു, അവഗച്ഛതി. ആ അറിയുന്നു എന്നർത്ഥം വരുന്ന
ഒരു ക്രിയാപദം ഈ ശ്ലോകത്തിലുണ്ട്, സുഭാഷിതത്തിലുണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ജാനാദി, നമുക്ക് ശ്രദ്ധിക്കാം, ജാനാദി അർത്ഥം വരുന്നുണ്ടാവും അറിയുന്നു. ജാനാദി അത് ജാനാദി എന്നാണ് ക്രിയാപദം അവിടെ ഉള്ളത് അല്ലെ. ജാനാദി സർവഹ സർവം ന ജാനാദി എന്നുള്ളത്. അപ്പൊ ജാനാദി അറിയുന്നില്ല. പക്ഷെ ഇവിടെ ചോദിച്ചത് ശ്രദ്ധിക്കണേ, ജാനാദി എന്ന് പറഞ്ഞാൽ അറിയുന്നു അല്ലെ. അവഗച്ഛതി എന്ന് പറഞ്ഞാലും അറിയുന്നതാണ്. അപ്പൊ അറിയുന്നു എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ് സംസ്കൃതത്തിലുള്ള ചോദ്യം ചോദിച്ചത്. അല്ലാതെ മലയാളത്തിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവഗച്ഛതി അറിയുന്നു എന്ന അർത്ഥം വരുന്ന ക്രിയാപദം ഏത് ശ്ലോകത്തില്, സുഭാഷിതത്തിൽ? അപ്പൊ അതാണ് ഏതാണ്? സർവഹ സർവം ന ജാനാദി എന്ന് അവിടെ ഉണ്ട്. ജാനാദി അറിയുന്നു. അപ്പൊ ജാനാദി എന്നാണ് അർത്ഥം. രണ്ടാമത്തത് മാഷേ കുസാദ് മാഷേ. രണ്ടാമത്തത് കാനി മഹദുപകാരകാണി ഭവന്തി. കാനി എന്താണ് ഏറ്റവും ഉപകാരകമായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെ? അതാണ് സുഭാഷിതങ്ങൾ. നമ്മൾ അതായത് ആദ്യം മാഷ് പറഞ്ഞത് നമ്മൾ ഈ ശ്ലോകം നമ്മൾ ഉറപ്പിക്കേണ്ടതാണ് അല്ലെ. എന്താണ് ആദ്യത്തെ ശ്ലോകം തന്നെ, അല്ലെങ്കിൽ രണ്ടാമത്തെ ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകവും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ശ്ലോകമാണ്. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലേ. ഇത് 6ാം ക്ലാസ്സിൽ മാത്രമല്ല ഈ സുഭാഷിതങ്ങൾ പറഞ്ഞത്, ഉറപ്പിക്കേണ്ട സുഭാഷിതങ്ങളാണ്. അതിനാണ് ഒന്നാമത്തെ പറഞ്ഞതാണ് കാനി മഹദുപകാരകാണി ഭവന്തി. എന്താണ് നമുക്ക് ഏറ്റവും ഉപകാരമായിട്ട് മാറുന്നത്? അപ്പൊ സുഭാഷിതങ്ങൾ ശ്ലോകം. നാലാമത്തത് ഓക്കെ. ഇതും കൂടെ പറഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് നമുക്ക് പോകാം. അത് വെച്ച് അതിനിടയിൽ കയറിയവരുണ്ടാവും, അവർക്ക് ആണ് ഈ പ്രയാസം വരിക. നാലാമത്തത് നിശ്ചയേന ഇത്യർത്ഥകം പദം കിം. നേരത്തെ ചോദിച്ചതുപോലെ നിശ്ചയേന ഇത്യർത്ഥകം പദം കിം അല്ലെ. ദൃഢം എന്നാണ് നമ്മുടെ പാഠത്തിലുള്ളത്. എന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും അല്ലെ. നമ്മൾ പറയില്ലേ നിശ്ചയം എന്ന് പറഞ്ഞില്ലേ, നമ്മള് മലയാളത്തിൽ ഉറപ്പിക്കുന്നത് അല്ലെ. ആ അർത്ഥത്തിൽ നിശ്ചയേന അല്ലെ, ഉറപ്പിക്കുന്നത് എന്ന അർത്ഥമുള്ള പദം ഏതാണ്? അപ്പം ആ അർത്ഥമുള്ള പദം നമ്മുടെ പാഠത്തിലുള്ളത് ദൃഢം എന്നുള്ളതാണ്. എവിടെയാ ദൃഢം എന്നുള്ളത്? കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒന്നാമത്തെ സുഭാഷിതത്തിലാണ്. ഐക്യം ബലം സമാജസ്യ തദഭാവേസ ദുർബല തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം അല്ലെ. അവിടെയാണ് ദൃഢം എന്നുള്ള വാക്കുകൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിശ്ചയേന, നിശ്ചയമായും എന്ന അർത്ഥത്തിലാണ്, തീർച്ചയായും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്ക് സുഭാഷിതം മുഴുവൻ പറഞ്ഞ അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ മാത്രം പറഞ്ഞു. ക്ലിയർ അല്ലേ അത്? രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാം. പക്ഷേ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാം. രണ്ടാമത്തെ പാഠം ആപതിമിത്രം ജാനീയാത് എന്ന പാഠമാണ്. നമ്മളൊരു ചിത്രകഥയാണ് അല്ലെ. ആ ചിത്രകഥയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ആ പാഠമൊക്കെ നമ്മൾ പഠിച്ചതാണ്, കുറെ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു സ്കോളർഷിപ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഒരു 15 തവണയെങ്കിലും ഈ ഒരു പാഠത്തെ ഉണ്ടാവുന്നതാണ് ഈ പ്രതീക്ഷ. കാരണം ഓരോരോ പദവും നമ്മള് ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ 15 തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മിത്രം കഥം ജാനീയാത് അല്ലെ. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരെ എപ്പോഴാണ് ശരിക്കുള്ള കൂട്ടുകാരനായിട്ട് നമുക്ക് ആപത്ത് വരുമ്പോഴാണ്, ആപത്തിലാണ് നമുക്കൊരു ആപത്ത് വരുമ്പോഴാണ്. മക്കളെ എല്ലാരും മൈക്ക് തുറന്നാലും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ആപത്ത് അല്ലെ, നമുക്കൊരു ആപത്ത് വരുമ്പോഴാണ് എന്റെ കൂട്ടുകാരൻ ആരാണ് എനിക്ക് ശരിക്കും മനസ്സിലാവും. അതാണ് ഇവിടെ പറഞ്ഞത്. മിത്രം കഥം ജാനിയാത്, കൂട്ടുകാരനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആപത്തിലാണ്. മനസ്സിലാവുന്നില്ല. അതന്നെ. അതുകൊണ്ട് നമ്മൾ ഏകദേശം 285
84 പേരുണ്ട് ഇതില്. അപ്പൊ 284 പേരും മൈക്ക് ഓൺ ആക്കിയാൽ നിങ്ങൾ മൈക്ക് ഓണാക്കൽ മാത്രമേ നടക്കുള്ളൂ, മാഷിന്റെ ക്ലാസ് നടക്കില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്കൃതം പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ആ കുട്ടികൾ വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള കുട്ടികളായിരിക്കും എനിക്കറിയാം. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് മാഷ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ പാഠത്തിലെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. മഹാവനം ഓക്കെ ഇത്യർത്ഥകം. മാഷേ. ശരി. മഹാവനം ഇത്യർത്ഥകം പദം കിം. അല്ലേ? മഹാവനം എന്ന അർത്ഥം കൊടുത്തിട്ടുള്ള അർത്ഥമുള്ള ഒരു പദം നമ്മളെ ഈ പാഠത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഏതാണെന്ന് ചോദിക്കുന്നു. മഹാവനം ഇത്യർത്ഥകം പദം കിം. അതെ, മഹാരണ്യം. അരണ്യം മഹാരണ്യം. മഹാരണ്യം എന്ന് പറഞ്ഞാൽ വലിയ കാട്, അതായത് മഹാവനം എന്നർത്ഥമാണ്. നമ്മള് രാമായണം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? രാമായണ സുഭാഷിതത്തിൽ പഠിക്കുന്നവർക്ക്, രാമായണമൊക്കെ വായിക്കുന്നവരാണ്. അതിലൊരു അല്ലെ അധ്യായത്തിന്റെ പേര് അരണ്യകാന്ഡം എന്നാണ്. അല്ലെ? കാടുമായി ബന്ധപ്പെട്ടതാണ് അരണ്യകാന്ഡം. അരണ്യകാന്ഡം അരണ്യകാന്ഡം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അരണ്യം എന്ന് പറഞ്ഞാൽ കാട്, മഹാരണ്യം എന്ന് പറഞ്ഞാല് വലിയ കാട്. അതാണ് മഹാവനം എന്ന അർത്ഥത്തിലുള്ള പദം ഏത്? മഹാരണ്യം. അടുത്ത ചോദ്യം നോക്കാം. തേ മിത്രൗ ആസ്താം എന്നാണ് ഒരു വാക്യം കൊടുത്തിട്ടുള്ളത്. തൗ തേ മിത്രൗ ആസ്താം അല്ലെ? ആ വാക്യം ശുദ്ധമാക്കാനാണ് പറഞ്ഞത്. ശുദ്ധം കരുതുന്നത്. അതിൽ എന്തോ തെറ്റുണ്ട്. ആ വാക്യത്തില് എവിടെയോ തെറ്റുണ്ട്. അത് ശരിയാക്കാനാണ് പറഞ്ഞത്. മിത്ര. ഹലോ. അപ്പോ തേ അല്ലേ? തേ എന്ന് പറഞ്ഞ അർത്ഥം മിത്രേ. ആരും തന്നെ മൈക്ക് ഓൺ ആക്കേണ്ടതില്ല. നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിയിട്ട് അവിടുന്ന് പറഞ്ഞോളൂ. ആരും തന്നെ മൈക്ക് ഓൺ ആക്കേണ്ടതില്ല. മറ്റുള്ളവർക്ക് കൃത്യമായി കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. അൺമ്യൂട്ട് ചെയ്യുന്നവരെ റിമൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ കുറെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വാണിംഗ് ആണ്. ഓക്കെ, ഉത്തരം കൊടുത്തതിൽ ചെറിയ തെറ്റുണ്ട്, ശ്രദ്ധിക്കണം. ഉത്തരം കൊടുത്തേ മിത്രവും ആസ്ഥാം ശുദ്ധം കരോതു എന്ന് കൊടുത്തതിൽ താഴെ ഉത്തരം കൊടുത്തതിൽ ടൈപ്പ് ചെയ്യുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ തേ എന്നുള്ളത് എന്താവും? തൗ എന്നാവും. സഹ എന്നുള്ള, സഹ എന്ന് പറഞ്ഞാൽ അവൻ അല്ലേ? അപ്പൊ തൗ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ എന്നാണ് അർത്ഥം. മനസ്സിലായോ? തൗ മിത്രവും ആസ്ഥാം എന്നാണ് കണ്ടത്. മനസ്സിലായില്ലേ? ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ പറ്റിയിട്ടുണ്ട്. അത് മക്കള് തിരുത്തി തന്നെ എഴുതണം. തൗ ഉത്തരത്തിൽ വരുന്നത് തേ മിത്രവും ആസ്ഥാം എന്നത് ശരിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. താഴെ കൊടുക്കേണ്ടത് തൗ മിത്രവും ആസ്ഥാം അങ്ങനെയാണ് വേണ്ടത്. അതൊന്ന് ശരിയായിട്ട് എഴുതിക്കും നോക്കിൽ ഇപ്പൊ തന്നെ. തേ മിത്രവും ആസ്ഥാ എന്നുള്ളത് മാറ്റിയിട്ട് തൗ മിത്രവും ആസ്ഥാം എന്ന് വേണം. മിത്രൗ എന്ന് വരുമ്പോഴ് രണ്ടുപേർ അല്ലെ? മിത്രം മിത്രഹ മിത്രൗ. ഇവിടെ മിത്രം മിത്രം ആ മിത്രം മിത്രേ മിത്രാണി എന്നാണ് വരിക. അപ്പൊ തൗ മിത്രേ ആസ്ഥാം എന്നാണ് ശരിയായി വരിക. ശരി, അടുത്തേക്ക് പോവാം. ഹരിതഹ ഇത്യർത്ഥകം ഇത്യർത്ഥം പദം കിം. ഈ പാഠഭാഗത്ത് തന്നെ ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോ ഹരിണഹ അല്ലെ? ഹരിണഹ നമ്മൾ അഞ്ചാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരിണഹ എന്നത് അർത്ഥം മാൻ അല്ലെ? ഹരിണഹ എന്ന മാൻ ആണ്. അതിന് പകരം ഹരിണഹ എന്ന പദത്തിന് പകരമായിട്ട് നമ്മൾ ഈ 6ാം ക്ലാസ്സിൽ പഠിച്ചത് മറ്റൊരു പദമാണ് മൃഗഹ അല്ലെ? പാഠത്തിൽ മുഴുവൻ കാണുക മൃഗഹ. സ്ക്രീന് കാണാനില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറുക വേണ്ടും. ഹരിണഹ എന്ന പദം എന്ന അർത്ഥമുള്ള പദം ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലുള്ളത് മൃഗഹ എന്നല്ല, മൃഗഹ. യെസ്, അടുത്ത ചോദ്യം. സമയം അല്പം കുറവാണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൊണ്ടുവരും. ആശ്രയഹീനഹ ഇത്യർത്ഥകം പദം കിം.
അതേപോലെയുള്ളത് അല്ലെ. അങ്ങനെ കുറെ അർത്ഥമാണ് ചോദിക്കുന്നത്, അർത്ഥമുള്ള പദങ്ങളാണ് ചോദിക്കുന്നത്. ആശ്രയഹീന അല്ലെ, ആശ്രയഹീന എന്നാല് ആശ്രയമില്ലാത്തവൻ എന്നർത്ഥമുള്ള പദം കിം അല്ലെ, പദം ഏതാണ്? ആരും ആശ്രയമില്ലാത്തവൻ, ആശ്രയഹീനൻ അല്ലെ നമ്മൾ പറയില്ലേ, വൃത്തിഹീനൻ എന്നൊക്കെ വൃത്തിയില്ലാത്തവൻ അല്ലെ. അതുപോലെ ആശ്രയഹീന എന്ന് പറഞ്ഞാല് ആശ്രയമില്ലാത്തവൻ എന്നർത്ഥമുള്ള പദം ഏതാണ് എന്നാണ് ചോദ്യം. അത് നമ്മുടെ ടെക്സ്റ്റ് പാഠഭാഗത്തിലുള്ളത് പദം നിരാലംബ. ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്ത് പോകണം, പിന്നീട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചു തരും. ആശ്രയഹീന നിരാലംബ. ശരി, അടുത്ത് നോക്കിക്കോ. അസ്തു ഇത്യസ്യ ലകാരഃ കഃ. ഇത് പറഞ്ഞു 10 ലകാരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അസ്തു എന്നുള്ളത് ഏത് ലകാരമാണ് എന്നാണ് ഇവിടെ ചോദിച്ചത് അല്ലെ. അസ്തു അപ്പൊ അത് ഏതാണ്? ലോട്ട് ലകാരം. ലോട്ട് നമ്മൾ നേരത്തെ ലിട്ട് പഠിച്ചിട്ടുണ്ട്, ഇവിടെ ലോട്ടാണ് പറയുന്നത്. ലോട്ട്. അസ്തു എന്നുള്ളത് ലോട്ട് ലകാരമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. പ്രദത്തേഷു ലബന്ധം അവ്യയം കിം. പ്രദത്തേഷു ലബന്ധം അവ്യയം കിം അല്ലെ. 6ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് ലബന്ധം, അതുപോലെ ക്വാന്തം, തുമുന്നന്തം, ഇങ്ങനെ ക്രിയാപദങ്ങള് അവ്യയങ്ങള് 3 തരത്തിലുണ്ട്. അതിൽ ഇവിടെ ചോദിച്ചത് ലബന്ധമാണ്. ലബന്ധം ഇല്ലേ, ഇവിടെ നോക്കിയേ 3 തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഉത്തരമായിട്ട് 3 തന്നിട്ടുണ്ട്. കൃത്വ രാമായ ഉദ്ദിശ്യ അല്ലെ. കൃത്വ രാമായ ഉദ്ദിശ്യ 3 തന്നിട്ടുണ്ട്. ലബന്ധമായിട്ട് നമുക്ക് കാണുന്നത് ഉദ്ദിശ്യ. ഉദ്ദിശ്യ അല്ലേ. അപ്പൊ അതുപോലെ ഉപവിശതി എന്നുള്ള ക്രിയാപദം കിട്ടും അല്ലെ. ഉപവിശതി എന്നർത്ഥം ഇരിക്കുന്നു അല്ലെ. അത് ലബന്ധത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഉപവിശ്യ അല്ലെ. ഉപവിശ്യ. അതുപോലെ അതാണ് ഇവിടെ തന്നത്. ഉദ്ദിശ്യ, ഉദ്ദിശ്യതി, ഉദ്ദിശ്യ. ലബന്ധം. ഉപവിശതി എന്നുള്ള 8 ലകാരം എടുത്താൽ അതിന്റെ ലബന്ധം ഉപവിശ്യ. ഇനി അടുത്ത നോക്കിയ അടുത്ത ചോദ്യം. അധോദത്തേഷു തുമുന്നന്തം അവ്യയം കിം. തുമുന്നന്തം അവ്യയം ഏതാണ്? താഴെ ചോദിച്ചത് അല്ലെ. അടുത്ത ചോദിക്കും. ഗ്രഹീതും എല്ലാവരും മൈക്ക് ഓഫ് ആക്കാൻ പറയോ? എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. മാഷൊന്ന് മൈക്ക് ഓഫ് ചെയ്യാൻ പറയോ? പറയണൊന്നും ക്ലിയർ ആവുന്നില്ല. 275ഓളം മക്കളും ഇതിൽ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മൈക്ക് ഓൺ ചെയ്ത ക്ലാസ് മുന്നോട്ട് പോവില്ല. ഞാൻ ഇവിടെ മതിയാക്കിയിട്ട് പോകേണ്ടി വരും. കാരണം എല്ലാവർക്കും ക്ലാസ് കിട്ടണം എന്ന ആഗ്രഹത്തോടെയാണ് മാഷ് ക്ലാസ് എടുക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിൽ കയറി നല്ല രീതിയിൽ ക്ലാസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. നമുക്ക് അവസാനം നമുക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് സമയം തരുന്നെങ്കിൽ കേട്ടോ. ഓക്കെ, നോക്കാം അടുത്തത്. അധോദത്തേഷു തുമുന്നന്തം അവ്യയം കിം. തുമുന്നന്തം അവ്യയം ഏതാണ് എന്നാണ് ചോദ്യം. നേരത്തെ ചോദിച്ചത് ലബന്ധാണ്, ഇവിടെ തുമുന്നന്തം. പക്ഷെ പറഞ്ഞു 3 തരത്തിലാണ് അവ്യയങ്ങൾ ഉള്ളത്. ലബന്ധം, തുമുന്നന്തം, ദ്വാന്തം. അതിൽ ആദ്യത്തെ ലബന്ധായിരുന്നു ചോദിച്ചാൽ അതിൽ ഉദ്ദിശ്യ ഉത്തരം പറഞ്ഞു. ഇവിടെ അധോദത്തേഷു തുമുന്നന്തം അവ്യയം. തുമുന്നന്തം അല്ലെ. പഠതി എന്ന ക്രിയയുടെ തുമുന്നന്തം വരിക പഠിതും അല്ലെ. പിന്നെയോ സ്മരതി, സ്മർത്തും, കരോതി, കർത്തും. അങ്ങനെയാണ് തുമുന്നന്തം വരിക അല്ലെ. ചലതി, ചലിതും, ഗച്ഛതി, ഗന്തും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 3 കൊടുത്തതിൽ ഏതായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഗ്രഹീതും. തുമുന്നന്തത്തിൽ എന്നാണ് അവസാനിക്കുക. തുമുന്നന്തത്തിൽ അവസാനം
തും എന്നുണ്ടാവും. അതുകൊണ്ട് ഗ്രഹീതും എന്നല്ലെയാണ്, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഗത്വാ എന്നുള്ളത് വരില്ല, ഗുരും എന്നുള്ളതും വരില്ല. തും, ഗ്രഹീതും, പഠിത്തും, ചലിത്തും, കത്തും, വക്തും, അല്ലെ? എങ്ങനെയാണ് തുമ്മുന്നത്തിൽ വരിക? ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോവാ. അഘാതത്, അല്ലെ? അത്ര ലകാരഃ കഹ. അഘാതത് എന്നിടത്ത് ഏത് ലകാരമാണ്? രണ്ട് ലകാരം ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് ചോദിക്കാം, അഘാതത് എന്നത് ഏത് ലകാരമാണ്? ലങ് ലകാരം, അല്ലെ? അഘാതത് ലങ് ലകാരം എന്ന് പറഞ്ഞാല് ഭൂതകാലം, അല്ലെ? കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കാനാണ് ലങ് ലകാരം ഉപയോഗിക്കുന്നത്. അഘാതത് പറഞ്ഞാല് ഇതിനർത്ഥം കഴിച്ചു, അല്ലെ? അഘാതത് കഴിച്ചു. ഘാതതി എന്നുള്ള ലിട്ടലകാരത്തിന്റെ, ഘാതതി എന്നുള്ള ലിട്ടക ആൻമിയ ഇവിടെ ക്ലാസ് ശ്രദ്ധിക്കണം. ലാപ്പിലോ ഫോണിലോ കളിക്കരുത്, ഇവിടെ ശ്രദ്ധിക്കണം. അഘാതത്, അല്ലെ? അഘാതത് എന്നുള്ള ക്രിയാപദം ചോദിക്കണം. അത്ര ലകാരഃ കഹ, ഏത് ലകാരമാണ്? പറഞ്ഞു ലങ് ലകാരം. ഘാതതി, അഘാതത്, പഠതി, അപഠത്, ഇങ്ങനെയാണ് മാറാം. ലങ് ലെത്തുന്ന ലങ്ങിലേക്ക്. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ചോദ്യം. ദിനം ദിനം പ്രതി, ധാരാളം കേട്ടതാണ് അല്ലെ മലയാളത്തിൽ. ദിനം ദിനം പ്രതി ഏകപദം കിം? പദം എന്താണ്? പ്രതിദിനം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, അല്ലെ? പ്രതിദിനം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെ? പ്രതിദിനം, പ്രതിദിനം ഡയറി എഴുതുന്നൊക്കെ പറയും ടീച്ചർ ക്ലാസ്സിലൊക്കെ, അല്ലെ? ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെത്, അല്ലെ? എങ്ങനെയാണ് അതിന്റെ വിഗ്രഹം എങ്ങനെയാണ് വരുന്നത് നമുക്കല്ല. അപ്പൊ ഇവിടെ കൃത്യമായി പറഞ്ഞു തന്നു. ദിനം ദിനം പ്രതി എന്നുള്ളതിന്റെ ഏകപദം എന്താണ്? പ്രതിദിനം. പാഠഭാഗത്ത് എവിടെയാണ് കണ്ടുപിടിക്കണം നിങ്ങളെ? കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? പ്രതിദിനം എന്നുള്ള ടെക്സ്റ്റ് കണ്ടോ? കണ്ടോ? കണ്ടുപിടിക്കണം, അല്ലേ? ഈ പാഠം ഈ ഒരു ഭാഗം കഴിയുമ്പോഴേക്കും ആ ഭാഗത്ത് എവിടെയാണ് കണ്ടുപിടിക്കണം. പ്രതിദിനം എന്നുള്ളത് ദിനം ദിനം പ്രതി ഒറ്റ പദം പ്രതിദിനം എന്നാണ്. ശരി മാഷെ, അടുത്തതിലേക്ക് പോവാം. മാഷെ, മനസ്സിലായിട്ടില്ല. 29 വീണ്ടും നമുക്ക് നോക്കാം. കുറച്ചിലേട്ടെ. പദച്ഛേദം, അല്ലെ? ഈ പാഠഭാഗവും മനസ്സിലായിട്ടില്ല. നോക്കാം വീണ്ടും നോക്കാം. പദച്ഛേദം, അല്ലെ? പദച്ഛേദമാണ് പറയുന്നത്. പദച്ഛേദം എഴുതാനാണ്. അപ്പൊ ഒന്നാമത്തെ ഒരു പദം കൊടുത്തു, വസുധൈവ. വസുധൈവ പദച്ഛേദം എങ്ങനെയാണ് വരിക? വസുധ അധികം ഏവ. വസുധ അധികം ഏവ എന്ന് ചേർക്കുമ്പോൾ വസുധൈവ. അപ്പൊ പരീക്ഷയ്ക്ക് നേരത്തെ ഞാൻ മാഷ് പറഞ്ഞതുപോലെ ഓപ്ഷൻ കിട്ടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. 2, 3 ഓപ്ഷൻ തരും. വസുധ പ്ലസ് സേവ, വസുധേ പ്ലസ് സേവ, വസുധൈ പ്ലസ് സേവ എന്നൊക്കെ തരും. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയൊന്നും വരില്ല. ഉത്തരം ഒരേ ഒരു ഉത്തരേ ഉള്ളൂ. വസുധൈവ എന്നുള്ളത് പദച്ഛേദം ചെയ്യുമ്പോൾ വസുധ അധികം ഏവ, വസുധ പ്ലസ് ഏവ എന്ന് മാത്രമേ വരൂ. ഉറപ്പിക്കുന്നുണ്ട്. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം, അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിപ്പോകില്ല, അല്ലേ? എല്ലാവർക്കും 50-50 കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോ പരീക്ഷയ്ക്ക് എല്ലാവർക്കും വിജയിക്കട്ടെ. നോക്കാം, അടുത്ത് നോക്കാം. ശ്രുത്വൈ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക്. ശ്രുത്വൈതത്. ശ്രുത്വൈതത് എങ്ങനെയാ പദച്ഛേദം? അവിടെ ചെറിയ തെറ്റ് അവിടെ ടൈപ്പ് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. ശ്രുത്വാ പ്ലസ് ഏതത് എന്നാണ്. ഏതത്. ശ്രുത്വാ പ്ലസ് പ്ലസ് ഏതത്. ഏവ അല്ലട്ടോ, അത് മുകളിൽ നിന്ന് താഴേക്ക് മാറിപ്പോയതാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഏതായാലും ശ്രദ്ധിക്കുക. ശ്രുത്വാ പ്ലസ് ഏതത്. കേനാപി.
കേനാപി, കേന പ്ലസ് അപി, ദീർഘമില്ല, കേന പ്ലസ് അപി മാത്രമേ വരുള്ളൂ. കേനാപി. ആ കേന എന്നുള്ളതിന്റെ ആയും അവസാനം അല്ലേ, കേനാന്ന് കേൾക്കുമ്പോ അവസാനം ഒരു ആ അല്ലേ നമുക്ക് കേൾക്കുന്നത്, അടുത്തതിലും ആ നിന്ന് ആ രണ്ട് ആയും കൂടിയിട്ട് വലിയൊരു ആയായി അല്ലേ, ആയും ആയും കൂട്ടിയാല് ആ എന്നാവില്ലേ, അങ്ങനെയാണ് കേനാപി എന്നായത്. കേനാപി, അടുത്ത് നോക്കിയേ, മ്യൂട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്യണേ, എല്ലാവർക്കും കേൾക്കില്ല അതുകൊണ്ടാണ്. ഷൈമ, ഷൈമായൻ മ്യൂട്ട് ചെയ്യണം. യെസ്, നോക്കണേ. അടുത്തത് ഗോപിക. യെസ്, ശ്രദ്ധിച്ചോ. അടുത്തത് എന്താണ്? ജംബുക മുദ്ദിശ്യ. എന്താ ജംബുക എന്നാരാണ് എല്ലാവർക്കും അറിയാം അല്ലെ, ജംബുക കുറുക്കൻ. അപ്പൊ ഇവിടെ ഒറ്റപ്പദം തന്നതാണ് ജംബുക മുദ്ദിശ്യ. ജംബുക മുദ്ദിശ്യ, ഉദ്ദിശ്യ നമ്മൾ നേരത്തെ അവിടെയും പഠിച്ചിട്ടുണ്ട്, ഇവിടെ ലബന്ധത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് ഉദ്ദിശ്യ എന്ന് പറയുന്നതാണ്. അപ്പൊ വേഗത്തിൽ എഴുതാം നമുക്ക്. ജംബുകം ഉദ്ദിശ്യ, ജംബുകം ഉദ്ദിശ്യ, ജംബുകം അധികം ഉദ്ദിശ്യ, ജംബുകം ഉദ്ദിശ്യ. എളുപ്പമാണ്. അടുത്ത നോക്കിയേ, ഗണേക്കുന്ന അന്തർഭവതി അല്ലെ, ഗണത്തിൽ അന്തർഭവതി അന്തർഭവിക്കുന്നു, ഉൾച്ചേരുന്നത്. അന്തർഭവതി ഉൾച്ചേരാത്തത് അല്ലെ, ആ ഗണത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഗണത്തിൽ പെടാത്തത് ഏതാണ്? പുഷ്പം, ബാലം, പുഷ്പം, ഫലം, ബാലം അല്ലെ. എന്താ വ്യത്യാസം എന്ന് നമുക്കറിയാം. പുഷ്പം എന്നുള്ളതും ഫലം എന്നുള്ളതും ശബ്ദങ്ങളാണ് അല്ലെ, മൂന്ന് തരത്തിലെ ശബ്ദങ്ങളുണ്ടല്ലോ സംസ്കൃതത്തില്. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ, ഇങ്ങനെ മൂന്ന് തരത്തില് ലിംഗങ്ങളുണ്ട്. അപ്പൊ ഒരേ ലിംഗം ഉള്ളത് രണ്ടെണ്ണമുണ്ട്, പുഷ്പവും ഫലവും നപുംസകലിംഗാണ്. പക്ഷെ ബാലം എന്നുള്ളത് ബാലശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തിയാണ്. ബാലശബ്ദം പുല്ലിംഗാണ്, അതിന്റെ ദ്വിതീയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബാലം എന്ന് കൊടുക്കും. നമുക്ക് വേഗം അല്ലെ ഇത് ഏതിലാണ് സംശയം ഉണ്ടോ, ഏതാണ്? പക്ഷെ സംശയിക്കേണ്ട ആവശ്യമില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പുഷ്പം എന്നുള്ളത് നപുംസകമാണ്, ഫലം എന്നുള്ളത് നപുംസകമാണ്, ബാലശബ്ദം പുല്ലിംഗാണ്. ഉത്തരം എന്താണ്? ബാലം എന്നുള്ളതാണ്. അതാണ് പെടാത്തത് ബാലം. അതേപോലെ അടുത്തത് നോക്കിയേ, രക്തഫലം, ഫലം, പുഷ്പം. പുഷ്പം, അല്ലേ? പുഷ്പം. അതെങ്ങനെയാണ് വരുന്നത്? ഇതിലെങ്ങനെയാ വ്യത്യാസം? നേരത്തെ പറഞ്ഞ പോലെയല്ല, മുകളിൽ പറഞ്ഞതുപോലെയല്ല. നേരത്തെ മുകളിൽ പറഞ്ഞ് പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ അല്ല, ഇവിടെ തന്നതിൽ വ്യത്യാസം എന്താണ്? രക്തഫലം എന്നുള്ളത് എന്താണ്? രക്തഫലം എന്ന് പറഞ്ഞാൽ തക്കാളി അല്ലെ, ഫലം എന്ന് പറഞ്ഞാലും പഴമാണ്. പക്ഷെ പുഷ്പം എന്നുള്ളത് പുഷ്പമാണ്. അപ്പൊ ഇതിൽ വ്യത്യസ്തമായി കിടക്കുന്നത് പുഷ്പം എന്നുള്ളതാണ്. മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അവിടെ ഇവിടെയാണ് ബുദ്ധി നമുക്ക് ഇത് ഉപയോഗിക്കാൻ അല്ലെ. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഇവിടേക്കാണ്. മറ്റിടത്തൊന്നും അങ്ങനെ വലിയ ബുദ്ധിയൊന്നും വേണ്ട, നമുക്ക് ഏകദേശം പഠിച്ച കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെയൊക്കെ ചെറിയ കൺഫ്യൂഷൻ വരുമ്പോൾ എഴുതാം. ശരി, ഇവിടെ നോക്കി. അടുത്തത് രക്തസ്ഥാനം പൂരയത, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശബ്ദങ്ങൾ കുറെ പഠിക്കുന്നുണ്ട് അല്ലെ. ആ ശബ്ദങ്ങളിൽ ഒന്നാമത്തെ ചോദിച്ചത് വനം ഡാഷ് വനാനി, ഡാഷ് വനാനി. അപ്പൊ പറയുന്നത് അല്ലെ, വനേ എന്നുള്ളതാണ്. ദ്വിവചനം വനേ എന്നുള്ളതാണ്. വനം വനേ വനാനി. നമ്മൾ 5ാം ക്ലാസ് പഠിച്ചാണ് അല്ലെ, വനം വനേ വനാനി. അടുത്തതോ പുല്ലിംഗ ശബ്ദമാണ് അല്ലെ, പുല്ലിംഗ ശബ്ദമാണ് കൊടുത്തിട്ടുള്ളത്. വനം വനേ വനാനി. അതുപോലെ ഫലം ഫലേ ഫലാനി ഒക്കെ വരും. പുഷ്പം പുഷ്പേ പുഷ്പാണി വരും. എവിടെയും ചോദിക്കാം. ഇവിടെ ആദ്യത്തെ ചോദിച്ചു, നേരത്തെ രണ്ടാമത്തെ ചോദിച്ചു അല്ലെ, ദ്വിവചനാണ് ചോദിച്ചു, ഇവിടെ ഏകവചനാണ് ചോദിച്ചത്. അപ്പൊ
അജഹ, അജൗ, അജാഹ, സാറേ ബാലഃ, ഒക്കെ പറയോ? അല്ലേ? കൃഷ്ണഃ, കൃഷ്ണൗ, കൃഷ്ണാഹ. ഇങ്ങനെ ഏത് വന്നാലും നമുക്ക് അവിടെ എഴുതാൻ പറ്റണം. അതാണ് പാഠവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സാറേ ക്ലാസ് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ മാഷല്ലേ ഒന്നും ചെയ്യാൻ പറ്റും. കൃഷ്ണ മാഷ് മ്യൂട്ട് ചെയ്യാൻ പറയോ? എല്ലാവരും മ്യൂട്ട് ചെയ്യാണ്ടിരിക്കുകയാണ്. മ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം. യെസ്, നമുക്ക് ഇത്തിരി കുട്ടികൾ ഞാൻ പറഞ്ഞേ, ഇത്തിരി കുട്ടികൾ പങ്കെടുക്കുമ്പോ മ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യൂ. അതെ, കൃഷ്ണ നമ്മളെല്ലാവരും നല്ല മക്കളായിട്ടിരുന്നാൽ നമുക്ക് എല്ലാവർക്കും ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ ക്ലാസ് എടുത്തതിന്റെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. അവസാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല സമയം തരുന്നുണ്ടല്ലോ മാഷ്, ആ സമയത്ത് ചോദിക്കാം. ശരി, അടുത്തതിലേക്ക് പോവാം. അതുപോലുള്ളതാണ് മറ്റൊന്ന് സ്ത്രീലിംഗം മാത്രം അല്ലെ. ആദ്യത്തെ നപുംസകാണ് ചോദിച്ചത്, രണ്ടാമത്തെ പുല്ലിംഗം, അവസാനത്തത് സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലെ. ലതാ, ലതേ, പിന്നെ അവസാനം ബഹുവചനം ലതാഹ, ലതാ, ലതേ, ലതാഹ. അതുപോലുള്ള മറ്റൊരു ശബ്ദം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ലെ, അജാ, നേരത്തെ ചോദിച്ച അജാന്നുണ്ട് അല്ലെ. ഇവിടെ ആദ്യം രണ്ടാമത് ചോദിച്ചത് അജഹ പുല്ലിംഗ ശബ്ദമാണ് അല്ലെ. സ്ത്രീലിംഗത്തിലും അജാന്നുണ്ട് അല്ലെ. പിന്നെ ആട് അല്ലെ, പെണ്ണാടും അല്ലെങ്കിൽ അജാ, അജേ, അജാഹ എന്ന് വേണം പറയാം. ലതാ, ലതേ, ലതാഹ. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം യഥോചിതം യോജയത അല്ലെ. ഇവിടെ നേരെ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ നേരെ തരണമെന്നില്ല അല്ലെ, വ്യത്യസ്തമായിട്ടാണ് തരിക. അപ്പൊ നമുക്കിത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാഷ് ഇങ്ങനെ തന്നെ തന്നിട്ടുള്ളത്. അപ്പൊ പഞ്ചതന്ത്രം, ഹിതോപദേശ, കഥാസരിത്സാഗര, മൂന്നെണ്ണമാണ് തന്നിട്ടുള്ളത്. എ പാർട്ട് അല്ലെ. പഞ്ചതന്ത്രം, ഹിതോപദേശ, കഥാസരിത്സാഗര. ബി പാർട്ടില് അതുപോലെ കൊടുത്തത് വിഷ്ണു ശർമ്മ ഗുണാഢ്യ സോമദേവ. അപ്പൊ പഞ്ചതന്ത്രം അറിയാം അല്ലെ. പഞ്ചതന്ത്രം എഴുതിയ ആള് വിഷ്ണു ശർമ്മയാണ് അല്ലെ. വിഷ്ണു ശർമ്മണ വിരചിതം ഭവതി പഞ്ചതന്ത്രം. അപ്പം അങ്ങനെയും ചോദ്യം വരാം കേട്ടോ. അതിപ്പം പഞ്ചതന്ത്രം കഹ ലിഖിതവാൻ, ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം. ഉത്തരം വിഷ്ണു ശർമ്മ. അതുപോലെ ഹിതോപദേശ എന്നുള്ള ഗ്രന്ഥം എഴുതിയത് ഗുണാഢ്യനാണ്. ഗുണാഢ്യ എന്നുള്ള മഹാനായിട്ടുള്ള എഴുത്തുകാരാണ്. ഗുണാഢ്യ ഹിതോപദേശം എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. കഥാസരിത്സാഗരം എന്നുള്ള പുസ്തകം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വലിയ പുസ്തകമാണ്, ഒരുപാട് കഥകളുള്ള പുസ്തകം അല്ലെ. സാഗരം എന്ന കടല് നടത്താം അല്ലെ. കഥാസരിത്ത് സാഗരം, കഥകളുള്ള വലിയൊരു കടല് പോലുള്ള പുസ്തകമാണ്. ഇത് എഴുതിയ ആ കഥകളൊക്കെ എഴുതിയത് സോമദേവൻ എന്ന മഹാനായിട്ടുള്ള വ്യക്തിയാണ്. സോമദേവ. അപ്പൊ ഇത് ഇതേപോലെ പഠിക്കുക. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ, ഹിതോപദേശ ഗുണാഢ്യ, കഥാസരിത്സാഗര, സോമദേവ എന്ന് ഓണാക്കുന്നവരോടൊന്നും മ്യൂട്ട് ചെയ്യാൻ പറയണേ. ക്ലാസ് ക്ലിയർ ആവുന്നില്ല. ഇനിയും മൈക്ക് ഓഫായി ചെയ്യാത്തവർ എല്ലാവരും മൈക്ക് ഓഫ് ആക്കുക. അതുപോലെ ഇമോജി ഇടുന്ന കുട്ടികളെ റിമൂവ് ചെയ്തതാണ്. പിന്നെ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ടീച്ചറോട് പറഞ്ഞാൽ മതി. നിങ്ങൾ സ്കൂളിലെ ടീച്ചറോട് പറഞ്ഞാൽ മതി കേട്ടോ. സാറേ ഒന്ന് ചോദിക്കട്ടെ, നാരായണ പണ്ഡിതയല്ലേ ഹിതോപദേശം എഴുതിയത്? ഹിതോപദേശം എഴുതിയത് നാരായണ പണ്ഡിതയല്ലേ? മാറ്റുണ്ടെങ്കിൽ അവസാനം പറയാം. ഇല്ല, ഇത് തന്നെയാണ് എന്റെ ഓർമ്മയിൽ. നോക്കാം നമുക്ക്. അടുത്തത് നോക്കാം. ആസീത് ഇത്യസ്യ ലകാരഃ കഃ. ആസീത് ഇത്യസ്യ ലകാരഃ കഃ. ആസീത് അല്ലെ. നേരത്തെ കുറെ കാര്യങ്ങൾക്ക് അതുപോലെ വീണ്ടും ചോദിക്കുകയാണ്. ആസീത് എന്നത് ഏത് ലകാരമാണ്? ഉത്തരം കൊടുത്തത് ലങ് ലകാരഃ. ലങ് അല്ലെ. ലങ് എന്ന് നേരത്തെ പറഞ്ഞു, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ആസീത് അസ്ഥി എന്നുള്ളത് ലകാരമാണ്, അതിന്റെ ലങ്ങാണ് ആസീത് അല്ലെ. ആയിരുന്നു, ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ആസീത്. അപ്പൊ ആസീത് എന്നുള്ളത്
ലംഘനകാരം. നമ്മൾ കഥകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെ, നമ്മൾ പണ്ട് ഒരു സിംഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ആസീത് ഏകഃ സിംഹഃ ആസീത് ഇനി പദ്ധതി. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം പ്രശ്നം. പക്ഷേ അത് സമാനപദം ലിഖത അല്ലെ, സമാനപദം ലിഖത എന്നുള്ളതാണ്. സമാനപദം ഏതാണ് പദം? അരണ്യം എന്നുള്ള പദം. അരണ്യം അല്ലെ, അരണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മഹാരണ്യം നേരത്തെ പറഞ്ഞു അല്ലെ, മഹാരണ്യം, മഹാവനം എന്നുള്ള അർത്ഥത്തില് മഹാരണ്യം എന്നുള്ള പദം. അരണ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാട് എന്നാണ്. അത് മറ്റ് രണ്ട് പര്യായങ്ങള് അതിൽ കൊടുത്തിട്ടുള്ളത് അടവി എന്നാണ്. അടവിയും അരണ്യം ഇവിടെ അതില് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്? അമരകോശം കൊടുത്തിട്ടുണ്ട്. അടവി, അരണ്യം, വിപിനം, ഗഗനം, കാനനം, വനം അല്ലെ. ഇതൊക്കെയാണ് അമരകോശം അവിടെ കൊടുത്തിട്ടുള്ളത്. പേജ് 25-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 25-ാമത്തെ പേജിൽ അമരകോശം കൊടുത്തിട്ടുണ്ട്, അവിടെ കാണാൻ പറ്റും. അടവ്യരണ്യം, വിപിനം, ഗഹനം, കാനനം, വനം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ അരണ്യം എന്ന് പറഞ്ഞാല് അടവി എന്നത് അരണ്യം എന്നൊക്കെ പറയും. അതുപോലെ വിപിനം എന്ന് പറഞ്ഞാലും കാട് തന്നെയാണ് അല്ലെ. വിപിനം എന്ന് പറഞ്ഞാലും കാട് തന്നെയാണ്. ഗഹനം, കാനനം, വനം ഇതൊക്കെ പറഞ്ഞാലും കാട് തന്നെയാണ് അല്ലെ. അപ്പൊ അത്രയും പര്യായങ്ങൾ നമുക്ക് മലയാളത്തിൽ അത്ര പദങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പൊ സംസ്കൃതത്തിൽ ഇത്രയും പദങ്ങളുണ്ട് വനം എന്നുള്ളത് അല്ലെ. അരണ്യം, അടവി, വിപിനം, ഗഹനം, കാനനം, വനം ഇത്രയും പദങ്ങളുണ്ട്. അതുപോലെ ഹരിണഹ എന്നൊക്കെ പറഞ്ഞു, മാൻ അല്ലെ. മാനിനെയാണ് 5-ാം ക്ലാസ്സിൽ പഠിച്ചാണ് ഹരിണഹ. അതിന് മറ്റു പര്യായങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മൃഗഹ, കുരംഗഹ അല്ലെ. പ്രധാനപ്പെട്ടതേ മാഷയോട് പറഞ്ഞിട്ടുള്ളതും അതിൽ ഒരുപാട് പറയുന്നുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. മൃഗഹ, കുരംഗഹ. ഓ കസ്തൂരി വെച്ച മാനല്ലേ? എങ്ങനെ? കസ്തൂരി നോക്കാം നമുക്ക്. അടുത്ത പാഠത്തിലേക്ക് പോവാം. ശാസ്ത്ര കൗതുകം എന്നുള്ള പാഠത്തിലേക്ക്, 3-ാമത്തെ പാഠത്തിലേക്ക് പോവാം. സമയം കുറഞ്ഞിട്ട് നമുക്കുള്ളത്. ശാസ്ത്ര കൗതുകം ചോദ്യം ഏതാണ്? ഇത് ചോദ്യം എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കാനാണ്. ലാസ്റ്റ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം തരും. ആ സമയത്ത് ചോദിച്ചാൽ മതി. നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോക്കാം. നോട്ട് ചെയ്ത് വെക്കാം കേട്ടാ. ഏത് പാഠം നോട്ട് ചെയ്ത് വെക്കാം. ആ നമ്പറും പറയാം, ഇതിൽ കാണുന്ന നമ്പർ പറയാം. ആ സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ട് പറയാം. ശ്രീത് മാഷേ ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞ ബൃഹത് കഥ എന്നുള്ളതാണ് ഗുണാഢ്യൻ ആയിട്ട് വരുന്നത്. ഹിതോപദേശം നാരായണ പണ്ഡിതൻ. ടൈപ്പ് ചെയ്തപ്പോ മിസ്റ്റേക്ക് വന്നതാണ്. അതൊന്നും മക്കൾ നോട്ട് ചെയ്തോ. നാരായണ ഭട്ട നേരത്തെ ഒരു മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നാരായണ ഭട്ട എന്നാണ് നേരത്തെ ടൈപ്പ് ചെയ്ത് മാറിയിട്ടുണ്ട്. നാരായണ ഭട്ട ഹിതോപദേശ നാരായണ ഭട്ട തന്നെയാണ് ഉത്തരം. പക്ഷെ ഗുണാഢ്യ നാളെ ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, അതൊന്ന് മാറ്റിക്കോളൂ. ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറയോ? ഒച്ചയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ മാഷ ചോദ്യം എടുത്ത മാഷേ. നേരത്തെ കൊണ്ട് യഥോചിതം യോജേതാന്നില്ലേ. രണ്ടാമത്തത് ഹിതോപദേശ എന്ന് എഴുതിയത് ഗുണാഢ്യ എന്നാണ് ഭാഷ എഴുതിയിട്ടുള്ളത്. അതില് ഹിതോപദേശം എന്ന് എഴുതിയത് നാരായണ ഭട്ട എന്ന് എഴുതണം കേട്ടില്ലേ. ഗുണാഢ്യ എന്നല്ല. നാരായണ പണ്ഡിതൻ. ആ പണ്ഡിതൻ എന്നല്ല, പണ്ഡിതൻ എന്ന് പറയാറുണ്ട് ചിലപ്പോൾ. നാരായണ ഭട്ട തന്നെയാണ് ശരിയായ ഉത്തരം. ശരി, ഇതിലേക്ക് പോവാം.
അടുത്ത പാഠത്തിലേക്ക് പോവാം. ശാസ്ത്ര കൗതുകം അല്ലെ, ശാസ്ത്ര കൗതുകം നല്ല മനോഹരമായ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള പാഠമാണ്. പാഠത്തിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട്. ഭാരതസ്യ പ്രഥമ കൃത്രിമോപഗ്രഹ കഹ? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ട. അതെ, ആര്യഭട്ട. ആര്യഭട്ട എന്നാണ്. രണ്ടാമത്തെ ചോദ്യം പ്രസിദ്ധാഹ ഇത്യർത്ഥകം പദം കിം? പ്രസിദ്ധാഹ ഇത്യർത്ഥകം പദം കിം? നമ്മൾ ഒരുപാട് അർത്ഥം ഉള്ള പദങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു മറ്റൊരു പദമാണ് പ്രസിദ്ധാഹ എന്നുള്ള അർത്ഥത്തിലുള്ള പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം പ്രഥിതാഹ. പ്രഥിതാഹ. പാഠത്തിൽ പ്രഥിതാഹ എന്നാ കാണാം. ഉത്തരം അപ്പൊ അതിന്റെ അർത്ഥം പ്രസിദ്ധാഹ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ് അല്ലെ, സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ്. അപ്പൊ അത് നമുക്ക് ഏറ്റവും പ്രയാസമായി ചിലപ്പോൾ തോന്നാം. ലാസ്റ്റ് 39ാമത്തെ ഒന്ന് പറഞ്ഞുതരോ? സാറി 29 ഒന്ന് പറഞ്ഞുതരോ? പക്ഷെ 39 ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തോ? ശ്രദ്ധിക്കുക, ഇപ്പോ സംശയത്തിന് മറുപടി പറയില്ല. ലാസ്റ്റ് നിങ്ങളുടെ സംശയത്തിന് മറുപടി പറയുന്നതാണ്. ഇപ്പൊ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യുക കേട്ടോ. അവസാനം പറയാം. ഞാൻ പറഞ്ഞില്ലേ അവസാനം ചോദിക്കാം. അതിന്റെ നമ്പർ ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടില്ലേ. അപ്പം മാഷ് കൃത്യമായിട്ട് കാണിച്ചു തരും. ആ സമയത്ത് ഒന്നുകൂടെ പറയാം. യെസ്, ചോദ്യം നമുക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക്. സംഖ്യ അക്ഷരേഹി ലിഖിത അല്ലെ, സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ്. അപ്പൊ സംഖ്യ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അത് അക്ഷരത്തിൽ എഴുതാനാണ്. അപ്പൊ നമുക്ക് കുറെ ഇതിൽ ഏറ്റവും പ്രയാസം വരുന്നത് ഇതിൽ എത്ര പൂജ്യങ്ങളുണ്ട് അല്ലെ, ഓരോ സംഖ്യയിലും എത്ര പൂജ്യങ്ങൾ വരുന്നുണ്ട് എന്നതാണ്. അത് ഓർമ്മിച്ച് വെക്കണം. നമുക്കറിയാം സ്വാഭാവികമായിട്ട് 10ന്റെ നമുക്കറിയാം, 100ന്റെ നമുക്കറിയാം അല്ലെ, 1000ന്റെ അറിയാം. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാവുക. പൂജ്യം എത്ര പൂജ്യം വരുന്നുണ്ട്? അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കണം മക്കള്. അപ്പൊ ദശ എന്ന് പറഞ്ഞാല് 10, 100, ശതം, സഹസ്രം, 1000, അയുതം, അതിന്റെ 10,000 അല്ലേ. പിന്നെ കേൾക്കുന്നില്ല. അങ്ങനെ ഓരോ പൂജ്യവും നോക്കിയിട്ട് നോക്കണം. സഹസ്രം, 1000, 10,000, പിന്നെ ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി അല്ലെ. ഇത്രയാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പൊ ഓരോന്നിനും എത്രയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. ദശ എന്ന് പറഞ്ഞാൽ 10, ശതം എന്ന് പറഞ്ഞാൽ 100, സഹസ്രം 1000, പിന്നെ അയുതം 10,000, നിയുതം ലക്ഷം, പ്രയുതം 10 ലക്ഷം, കോടി കോടി തന്നെയാണ്, അർബുദം 10 കോടി. അതിന് പൂജ്യം നമ്മൾ എത്ര പൂജ്യം വെക്കാം. വൃന്ദം ശരിയുണ്ട് അല്ലേ. 100 കോടി വൃന്ദം. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കാം കേട്ടാ. അതിന് അത്രേ പറയാനുള്ളൂ. ആ സംഖ്യയുമായി ബന്ധപ്പെട്ടിട്ട് അതിലേതെങ്കിലും ഒരു സംഖ്യ നിർബന്ധമായിട്ട് ചോദിക്കും. അപ്പൊ ഒരു മാർക്ക് അതിൽ കിട്ടുന്നതാണ്. അത് ആ പട്ടിക അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. എന്താണ് അതിൽ സംശയം പറഞ്ഞത്? ഒന്നുമില്ലല്ലോ, അത് സംശയിക്കാനൊന്നുമില്ല. ആ ക്രമത്തിലൊന്ന് പഠിച്ചു വെച്ചാൽ അല്ലേ, ആ ക്രമത്തിലൊന്ന് പഠിച്ചു വെക്കാം. ദശ, ശതം, സഹസ്രം, അയുതം, നിയുതം, പ്രയുതം, കോടി, അർബുദം, വൃന്ദം എന്നുള്ളത് ആ ക്രമത്തിലൊന്ന് പഠിച്ചു വെക്കാം. എത്ര പൂജ്യം ഉണ്ടെന്നുള്ളത് അതിന്റെ കൂടെ ഓർമ്മിച്ച് വെക്കാം. ദശ എന്ന് പറയുമ്പോൾ 1 പൂജ്യം, ശതം എന്ന് പറയുമ്പോൾ 2 പൂജ്യം, സഹസ്രം 3 പൂജ്യം, അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ നമുക്കത് അവിടെ പൂജ്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്ര എഴുതാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അത് ഓർമ്മിച്ച് വെക്കാം. മറ്റൊരാൾ വേറെ ഒന്നും അതിൽ
പോകാൻ വഴിയില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. പക്ഷേ ഈ സൈഡിലേക്ക് മെസ്സേജ് ഇടുന്നതും ഈ മൈക്ക് ഓൺ ആക്കുന്നതും വളരെയധികം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ആരൊക്കെയോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനിയും മൈക്ക് ഓഫ് ചെയ്യാതെ മക്കള് ഇത്രയും നല്ല മക്കളല്ല. നേരത്തെ പറഞ്ഞു മൈക്ക് ഓൺ ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും അത് പ്രയാസമാവും ഒരാൾ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ, അല്ലേ? നമ്മളെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്യമുണ്ട് അല്ലേ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് കേട്ടിട്ട് പഠിച്ചു ഇല്ലേ? എന്താണ് നമ്മളെ ആഗ്രഹത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് പ്രയാസമായിട്ട് വരും. അപ്പൊ അത് പാടില്ല. നമ്മളെല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയില്ല നമ്മൾ പ്രവർത്തിക്കാം, അല്ലെ? സർവേ ഭവന്തു സുഖിനഃ എന്നല്ലേ നമ്മൾ ചൊല്ലുക. അപ്പൊ ആ രീതിയിൽ എല്ലാവർക്കും നല്ലത് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെ പ്രയത്നിക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യുക, നല്ല ക്ലാസ് എല്ലാവർക്കും കേൾക്കാം. നിങ്ങള് അച്ചടക്കാണ് ക്ലാസ് തിരിച്ച് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആരെങ്കിലും കൈകാര്യം ചെയ്യാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഈ അടുത്ത ചോദ്യം പാഠവുമായി ബന്ധപ്പെട്ടിട്ട് ശശി ഇത്യർത്ഥകം പദം കിം? ശശി എന്ന അർത്ഥത്തിലുള്ള പദം ഏതാണ്? അല്ലെ? ഉത്തരം ചന്ദ്രഹ എന്നുള്ളതാണ്, അല്ലെ? അത് ഓർമ്മിച്ച് വെക്കണം. ശശി എന്ന ചന്ദ്രനാണ്. ശശകഹ എന്നൊക്കെ പറയും, അല്ലേ? അപ്പോ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ലെഫ്റ്റ് ആയിട്ട് നമ്മൾ വരിക. ശശി ഇത്യർത്ഥകം പദം ചന്ദ്രഹ. ശശാങ്കഹ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെ? ശശാങ്കഹ, അല്ലെ? അങ്ങനെ ഒരു പദമുണ്ട്, ചന്ദ്രൻ. ഇവിടെ ശശി എന്നാണ് പദം കൊടുത്തിട്ടുള്ളത്, ചന്ദ്രഹ. മറ്റൊന്ന് അർക്കഹ ഇത്യർത്ഥകം പദം. അർക്കഹ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? സൂര്യ. മറിക്കൂടാ, മാറാൻ പാടില്ല. ചന്ദ്രനും സൂര്യനൊക്കെയാണ് ഇവിടെ വരുന്നത്. അർക്കഹ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. വീണ്ടും ചന്ദ്രഹ അടുത്ത ചോദ്യം പാഠത്തില് ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നത്. ചന്ദ്രഹ കീദൃശഃ ഭവതി? അടുത്ത ചോദ്യം സൂര്യഃ കീദൃശഃ ഭവതി? രണ്ട് ചോദ്യമുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാം. ചന്ദ്രന്റെ രശ്മി വരുമ്പോൾ നമുക്ക് കൊള്ളുവോ? ചന്ദ്രന്റെ രശ്മി വരുമ്പോൾ കൊള്ളാറില്ല, അല്ലെ? പക്ഷെ സൂര്യന്റെ രശ്മി കൊള്ളുമ്പോൾ, ശരീരത്തിൽ കൊള്ളുമ്പോൾ നമ്മൾ നല്ല ഒരു പൊള്ളല് വരും, അല്ലെ? ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് ചൂട് അസഹനീയമായി തോന്നുന്നതാണ്. അപ്പൊ ആ സൂര്യന്റെ രശ്മി അഗ്നിമയമാണ്, അല്ലെ? അഗ്നി ഉണ്ടാകുമ്പോഴാണ് പൊള്ളുക. അപ്പൊ അതുകൊണ്ടാണ് അഗ്നിയോട് കൂടിയത്. അഗ്നിമയം എന്ന് പറഞ്ഞാൽ അഗ്നിയോട് കൂടിയത്. അതുകൊണ്ടാണ് സൂര്യൻ, അല്ലെ? സൂര്യ കീദൃശഃ ഭവതി? അഗ്നിമയ. ചന്ദ്രന്റെ വെള്ളം നമ്മൾ ശരീരത്തിൽ വെള്ളം എത്രയായാലും കുഴപ്പമില്ല, ഒരു ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ ചന്ദ്രന്റെ രശ്മികൾ അതുപോലെയാണ്. അപ്പൊ ചന്ദ്രൻ അതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ജലമയ ചന്ദ്ര, ജലമയ ചന്ദ്ര, അഗ്നിമയ സൂര്യ. ഇത്രയും ഓർമ്മിക്കാൻ എളുപ്പമാണ്. യെസ്, അടുത്ത് നോക്കിയോ. ഭൂമി കീദൃശീ ഭവതി? അല്ലെ? ഭൂമി കീദൃശീ ഭവതി? ഭൂമി എങ്ങനെയാണുള്ളതാണ് അറിയാം. മൃണ്മയി ഭൂമി, അല്ലെ? മൃണ്മയി മണ്ണോട് കൂടിയത്. മണ്ണോട് കൂടിയവളാണ് ഭൂമി. മൃണ്മയി ഭൂമി. അപ്പം ഭൂമി കീദൃശി എന്ന് ചോദിച്ചാൽ എങ്ങനെയുള്ളവളാണ് ചോദിച്ചാൽ മൃണ്മയി, അല്ലെ? മണ്ണോട് കൂടിയവളാണ് മൃണ്മയി. ജലമയ ചന്ദ്ര, അഗ്നിമയ സൂര്യ, മൃണ്മയി ഭൂമി. ഈ മൂന്ന് മനസ്സിലോർപ്പിച്ചാൽ 3 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് എന്തായാലും ഒരു ചോദ്യം ഉറപ്പിക്കുന്നത്. നിർബന്ധമായിട്ട് ഒരു ചോദ്യം ഉറപ്പിക്കാം, അത് ഉറപ്പാണ്, അത് വരും. ശരി, അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് യഥാ ചന്ദ്രഃ സൂര്യഃ ആഗച്ഛതി തഥാ ഭൂമൗ കഃ സംഭവതി? രണ്ട് ചോദ്യമായി, അല്ലേ? യഥാ ചന്ദ്രഃ ഭൂമൗ, ആരാണ്? യഥാ ചന്ദ്രഃ അഥവാ സൂര്യഃ ആഗച്ഛതി തഥാ ഭൂമൗ കഃ സംഭവതി എന്നാണ് ചോദ്യം. മെസ്സേജ് വരുന്നത് ഡിസ്റ്റർബ് ആവുന്നുണ്ട് മാഷെ. സരിത അജേഷ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. യെസ്, ബാക്കിയാരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. യെസ്, അപ്പൊ എന്താ പറഞ്ഞത്?
യഥാ ചന്ദ്ര സൂര്യം ആച്ഛാദയതി. ചെറിയ അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ. ഇങ്ങനെയാ വേണ്ടത്. യഥാ ചന്ദ്ര സൂര്യം ആച്ഛാദയതി തഥാ ഭൂമൗ കഹ സംഭവതി എന്നാണ് ചോദ്യം. ഉത്തരം അന്ധകാരഃ. യഥാ ചന്ദ്രഃ സൂര്യം ആച്ഛാദയതി, എപ്പോഴാണോ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നത്, തഥാ ഭൂമൗ കഹ സംഭവതി, അപ്പോൾ ഭൂമിയിൽ എന്താ സംഭവിക്കുക? അന്ധകാരം. ഇനി അടുത്തത് യഥാ ഭൂമേഹെ മഹതീ ഛായ ചന്ദ്രം ഛാദേതി, എപ്പോഴാണോ ഭൂമിയുടെ മഹതീ ഛായ വലിയ നിഴല് ചന്ദ്രൻ ചന്ദ്രനെ മറയ്ക്കുന്നത്, തഥാ പുത്ര അന്ധകാരഃ ഭവതി, എവിടെയാണ് അന്ധകാരം ഉണ്ടാവുക? ചന്ദ്രേ, അല്ലെ? ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുമ്പോഴ് ചന്ദ്രനിൽ എന്തുണ്ടാവുന്നു? അന്ധകാരം ഉണ്ടാവുന്നു, അല്ലെ? അതുപോലെ ചന്ദ്ര സൂര്യൻ മാച്ചാൽ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുമ്പോഴ് ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു? അന്ധകാരം സംഭവിക്കുന്നു, അല്ലെ? നമ്മുടെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണത്തിന്റെ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് ഈ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം, അല്ലേ? സയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഈ ഒരു വാക്യം നമ്മൾ മനസ്സിലാക്കിയതുപോലെ വെക്കാം. ഓക്കെ, പാഠഭാഗത്തുള്ള ഉള്ളത് തന്നെയാണ്. അടുത്തേക്ക് പോവാം. ഡാഷ് ഫലം പദ്ധതി ഉണ്ടോ? പ്രവർത്തനത്തിൽ വരുന്നതാണ്. 33-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാം ഫലം പദ്ധതി ബ്രാക്കറ്റ് വൃക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വൃക്ഷ എന്നുള്ളതിന്റെ പഞ്ചമി വിഭക്തിയാണ് ഇവിടെ വരിക. അപ്പൊ അതായത് വൃക്ഷാത് ഫലം പദ്ധതി, വൃക്ഷത്തിൽ നിന്ന് പഴം വീഴുന്നു. അതുപോലെ മറ്റുദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സഹ ഡാഷ് ആഗച്ഛതി, അവൻ ഡാഷ് അല്ലെ ആഗച്ഛതി വരുന്നു. അപ്പൊ ഗ്രന്ഥാലയ അല്ലെ ഗ്രന്ഥശാല. അപ്പൊ അവിടുന്ന് വരുന്നു. അപ്പൊ അവിടുന്ന് വരുന്നു ഗ്രന്ഥശാലായ ശാലാത്ത് അല്ലെ ഗ്രന്ഥാലയാത് ആഗച്ഛതി. അതിൽ ബാക്കി ഉദാഹരണം നിങ്ങൾ നോക്കുക, പാഠഭാഗത്തിൽ നോക്കി നിങ്ങൾ ഉറപ്പിക്കുക. അടുത്തത് ബഹിശബ്ദയോഗേ കാ വിഭക്തി. ബഹിശബ്ദയോഗേ പഞ്ചമി വിഭക്തിയാണ് വരിക, അല്ലേ? അപ്പൊ അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഡാഷ് ബഹിഹി ആഗച്ഛതി നിലയഃ എന്ന് പറയും. നിലയാത് ബഹിഹി ആഗച്ഛതി, നിലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വിദ്യാലയാത് ബഹിഹി ആഗച്ഛതി, അല്ലെ? പാത്രാത് ബഹിഹി, അല്ലെ? പ്രകോഷ്ഠാത് ബഹിഹി എന്നൊക്കെയാണെന്നില്ല. അപ്പം ബഹിശബ്ദയോഗേ പഞ്ചമി വിഭക്തി എന്ന് ഉറപ്പിക്കും. ഇനി ആര്യഭടീയസ്യ കർത്താ കഹ, അല്ലെ? ആ പാഠവുമായി ബന്ധപ്പെട്ട് ആര്യഭട അല്ലെ ആര്യഭട്ട എന്നാണ്. അപ്പൊ ആര്യഭടൻ എഴുതിയ ആര്യഭടീയസ്യ കർത്താ കഹ, ആര്യഭടൻ എഴുതിയ പുസ്തകമാണ് ആര്യഭടീയം, അല്ലെ? ആര്യഭടീയം. ആര്യഭടസ്യ ഗ്രന്ഥസ്യ നാമ കിം എന്ന് ചോദിച്ചാലും ഉത്തരായി ആര്യഭടീയം. തിരിച്ചു മറിച്ച് ചോദിക്കാലോ. ആര്യഭടീയസ്യ കർത്താ കഹ ആര്യഭട, ആര്യഭടസ്യ കൃതിഹി കഹ, അല്ലെ? എന്ന് ചോദിച്ചാൽ ആര്യഭടീയം. രണ്ടും ചോദിക്കാം. അതുപോലെ അടുത്ത ചോദ്യം ലീലാവതി നാമ ഗ്രന്ഥസ്യ കർത്താ കഹ. ലീലാവതി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആണ് ഭാസ്കരാചാര്യ. ഉത്തരം പറയാനൊരു ടെൻഡൻസി ഒക്കെ മക്കൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും ഉത്തരം അറിയാം, പക്ഷെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും കേൾക്കില്ല. മാഷ് പറയുന്ന കാര്യം ആർക്കും കേൾക്കില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ശാന്തരായിട്ട് ക്ലാസ് കേൾക്കുക. നമുക്ക് അവസാനം പറയാനുള്ള സമയം തരാം, ശ്രദ്ധിക്കുക. ഓക്കെ, ലീലാവതി. അടുത്തത് അഷ്ടാംഗ ഹൃദയസ്യ കർത്താ കഹ. അഷ്ടാംഗ ഹൃദയസ്യ കർത്താ വാഗ്ഭട, അല്ലെ? വാഗ്ഭടസ്യ കൃതിഹി അഷ്ടാംഗ ഹൃദയം, അല്ലെ? വാഗ്ഭടസ്യ കൃതിഹി അഷ്ടാംഗ ഹൃദയം.
അഷ്ടാംഗഹൃദയസ്യ കർത്ത വാഗ്ഭട. തിരിച്ചു മറിച്ചും ചോദിക്കാൻ സാധ്യതയില്ല. യെസ്, അടുത്തതിലേക്ക് പോവാം മാഷെ. യെസ്, അടുത്ത ചോദ്യം വീണ്ടും മറ്റൊരു ചോദ്യമാണ്. ഗോളദീപിക നാമ ഗ്രന്ഥസ്യ കർത്താ. ഗോളദീപിക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അച്യുത പിഷാരടി. അല്ലെ, അച്യുത പിഷാരടിയാണ് ഗോളദീപിക എന്ന ഗ്രന്ഥം എഴുതിയത്. തിരിച്ചും ചോദിക്കാം. അച്യുത പിഷാരടി പിഷാരടി മഹാശയസ്യ കൃതിഹി കഹ. അല്ലെ, അതിന്റെ ഉത്തരം ഗോളദീപിക. അല്ലെ, അച്യുത പിഷാരടി എഴുതിയ പുസ്തകത്തിന്റെ പേര് ഗോളദീപിക. ഗോളദീപിക എഴുതിയത് അച്യുത പിഷാരടി. തിരിച്ചും മറിച്ചും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അച്യുത പിഷാരടി അല്ലേ? അതെ അതെ, പിഷാരടി അങ്ങനല്ലേ എഴുതിയത്? അതെ അതെ, പിഷാരടി വിസർഗമുണ്ട് കേട്ടോ. യെസ്, അടുത്ത് നോക്കിയോ. സമാന പദം ചിത്വാ ലിഖത. സമാന പദം ചിത്വാ ലിഖത. ഓ, അച്യുത പിഷാരോടി എന്നാണല്ലോ ടെക്സ്റ്റിലുള്ളത്. പിഷാരടി എന്നല്ല, പിഷാരടി എന്നാണ് വേണ്ടത്. അത് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. അച്യുത പിഷാരടി തന്നെയാണ് ശരി, അതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടല്ലേ? ശരി ശരി ശരി. അടുത്ത് നോക്കിയോ. സമാന പദം ചിത്വാ ലിഖത. സമാന പദം അല്ലെ, ചന്ദ്രഹ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ചന്ദ്രമ എന്നുള്ളതിന്റെ ഒരുപാട് പദങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ 34-ാമത്തെ പേജിൽ അമരകോശം കൊടുത്തതിൽ ചന്ദ്രന്റെ പര്യായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പദച്ഛേദം ചെയ്തിട്ട് ഇവിടെ എഴുതിയത് മാത്രമേ ഉള്ളൂ. ചന്ദ്രഹ എന്നുള്ളത് ഹിമാംശു, ചന്ദ്രമ, ഇന്ദു, കുമുദ ബാന്ധവ. പ്രധാനപ്പെട്ടതാണ് മഷിയുടെ തന്നിട്ടുള്ളത്. ചന്ദ്രഹ എന്നുള്ളതിന്റെ പര്യായ പദങ്ങള് ഹിമാംശു, ചന്ദ്രമ, കുമുദ ബാന്ധവ എന്ന് 4 തന്നിട്ടുണ്ട്. അത് ഇനിയുണ്ട്, ആ പാഠത്തിൽ ഇനിയും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. കേട്ടില്ലേ? പ്രധാനപ്പെട്ടത് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ടെക്സ്റ്റ് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രധാനപ്പെട്ടത് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അതുപോലെ ഭൂമി, ഭൂമി എന്നുള്ളതിന്റെ പര്യായങ്ങൾ തന്നിട്ടുണ്ട്. ഭൂ, അചല, അനന്ത, വിശ്വംഭര, ധര, ധരിത്രി, ക്ഷിതി. ഇത്രയാണ് ഭൂമിയുടെ പര്യായങ്ങള്. അപ്പൊ ഈ പര്യായങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. ഭൂ, അജല, അനന്ത, വിശ്വംഭര, ധര, ധരിത്രി, ക്ഷിതി എന്നുള്ളതും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാ. അസുധാതോഹോ ഉത്തമ പുരുഷ ഏകവചന രൂപം കിം? അസുധാതോഹോ ഉത്തമ പുരുഷ ഏകവചന രൂപം കിം? അല്ലേ, അസുധാതുവിന്റെ ഉത്തമ പുരുഷൻ ലട്ടിലകാരം ഏതാണ്? ലട്ടാന്ന് കിട്ടും കേട്ടല്ലേ? ലട്ടിലകാരത്തിലെ ഉത്തമ പുരുഷ ഏകവചനം ഏതാണ്? അസ്മി. അല്ലെ, കർത്താവ് ആരാ? അഹമാണ്. അല്ലെ, അഹം അസ്മി എന്നാണ് പറയാ. ഉത്തമ പുരുഷൻ എപ്പോഴും ആരായിരിക്കും? ഓർമ്മിക്കണം, ഉത്തമ പുരുഷൻ എപ്പോഴും ഞാനായിരിക്കും ഓർമ്മിക്കണേ. ഞാൻ പറഞ്ഞാൽ അഹം. അല്ലെ, ഓർമ്മിക്കണം. ഉത്തമ പുരുഷൻ ഞാനാണ്, മറക്കരുത്. മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ആര് ചോദിച്ചാലും ഉത്തമ പുരുഷൻ ഞാനാണ്. അല്ലെ, തമാശക്ക് പറയുന്നല്ല. അപ്പൊ ഉത്തമ പുരുഷ എന്ന് പറഞ്ഞാല് അഹം എന്നുള്ള പദമാണ് ഉത്തമ പുരുഷൻ. അപ്പൊ ഉത്തമ പുരുഷൻ എങ്ങനെ വരിക? അസ്മി. ക്രിയാപദം അസ്മി എന്ന് മാത്രമേ വരുള്ളൂ. അഹം അസ്മി. അടുത്ത് നോക്കുക. ആര്യഭടസ്യ ജന്മസ്ഥാനം കുത്ര ഭവതി? അല്ല, നേരത്തെ പറഞ്ഞ ആര്യഭടീയം എഴുതിയ ആര്യഭടന്റെ ജന്മസ്ഥാനം എവിടെയാണ്? പാടലീപുത്രേ. അല്ലെ, പാടലീപുത്ര ഇന്നത്തെ ബീഹാറാണ് പാടലീപുത്രം. ആ, മ്യൂട്ട് ചെയ്യണം എല്ലാവരും. പാടലീപുത്രം അല്ലെ, പാടലീപുത്രത്തിലാണ് ആര് ജനിച്ചത്? ആര്യഭടൻ ജനിച്ചത്. അല്ലെ, പാടലീപുത്രേ ആര്യഭട ജന്മം പ്രാപ്തവാൻ. ആര്യഭടസ്യ ജന്മസ്ഥാനം പാടലീപുത്രേ ഭവതി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത പാഠത്തിലേക്ക് പോവാം. ഇപ്പോഴത്തെ സ്ഥലം ബീഹാർ. ബീഹാർ അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, മാഷ് പറഞ്ഞെന്ന് മാത്രം. അടുത്തത് ക്വസ്റ്റ്യൻ പറയോ? ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അവസാനം പറയാം. നമുക്ക് തീരണത് ഈ ഭാഗം തീർന്നിട്ട് നമുക്ക് വീണ്ടും പറയാം, കുഴപ്പമില്ല.
തീരാത് തീരം പ്രതി അല്ലെ, അടുത്ത പാഠം തീരാത് തീരം പ്രതി എന്നുള്ള പാഠത്തിലേക്ക് പോവാം. അവിടെ നമ്മൾ പോകുമ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് സന്തോഷ ഇത്യസ്യ സമാന പദം ഇത് തീരാതെ പാരം നമുക്ക് ജീവനയാത്ര എന്നുള്ള ഏകകത്തിലെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് തീരാത് പാരം. 38ാമത്തെ പേജ് തീരാത് പാരം. പക്ഷെ അതിന്റെ മാഷയുടെ ഒന്നാമത്തെ ചോദ്യം തീരാതെ തീരം പ്രതിനാണ്. തീരാത് തീരം സോറി അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തീരാത് പാരം. നിങ്ങൾ അപ്പൊ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് മക്കള്. നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, തീരാത് പാരം എന്നാണ് പാഠത്തിൻ്റെത്. അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ മാറ്റമുണ്ട്. ശരി ശരി. അതിൽ ഒന്നാമത്തെ ചോദ്യം സന്തോഷ ഇത്യസ്യ സമാന പദം കിം. സന്തോഷ സന്തോഷങ്ങളില്ലേ, നമ്മൾ പറയുന്ന സന്തോഷം തന്നെയാണ് അല്ലെ? ആ സന്തോഷം സമാന പദം നമ്മൾ പാഠത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ വരിയിൽ വരുന്നതാണ് മന്ദപ്പവനോ ജലപ്രവാഹോ മനസ്സിയതി അല്ലെ? ദോഷ എന്നുള്ള പദമാണ്. സന്തോഷം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന പദം ദോഷ. അടുത്ത പദത്തിലേക്ക് പോവാം. പക്ഷേ കുറച്ച് അടുത്തത് സലിലം ഇത്യസ്യ സമാന പദം കിം. സലിലം ഇത്യസ്യ സമാന പദം കിം എന്നാണ് അടുത്ത ചോദ്യം. സലിലം എന്ന് നമുക്ക് എല്ലാം അറിയാം, എന്താണ്? വെള്ളം എന്നാണ് അർത്ഥം അല്ലെ? നിർമ്മല സലിലേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ? സലിലം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. അതിന്റെ മറ്റൊരു പദം അർത്ഥത്തിലുള്ള സമാന പദം ജലം എന്നാണ്. തിരിച്ചു ചോദിക്കാം, തിരിച്ചാണ് ചോദിക്കുന്നത്. ജലം സമാന പദം ജലം വ്യത്യസ്യ സമാന പദം എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. സലിലം പാഠഭാഗത്തുള്ളത് സലിലം എന്നാണ് അല്ലെ? സലിലം. ഉത്തരം പറയുന്ന സമയത്ത് മൈക്ക് ഓണാക്കുന്നത് വളരെയധികം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. മാഷ് പറയുന്നത് കേൾക്കുന്നില്ല. പ്രസാദ് മാഷെ, ആ മ്യൂട്ട് ചെയ്യാത്തവരെ ഒന്ന് റിമൂവ് ചെയ്തോ. അപ്പൊ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടുത്തണ്ട. റിമൂവ് മ്യൂട്ട് ചെയ്യാത്തവരെല്ലാം റിമൂവ് ചെയ്തോളൂ. നമ്മൾ ക്ലാസ് കേൾക്കാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ് താല്പര്യമുള്ളവരാണ് ക്ലാസ്സിൽ കയറേണ്ടത്. വെറുതെ മ്യൂട്ട് ചെയ്യാതെ വെക്കുന്ന ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതി. അതെ അതെ, ക്ലാസ് എടുക്കാൻ ഒരുപാട് പേരുടെ അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ക്ലാസ് കിട്ടുന്ന കുട്ടികൾക്കും ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മ്യൂട്ട് ചെയ്ത് ക്ലാസ് ഇരിക്കാം. സലിലം ഇത്യസ്യ പറഞ്ഞു അല്ലെ? അടുത്ത ചോദ്യം അധോ തത്വ പദേഷു കൃത്വാന്തം അവ്യയം കിം. താഴെ തന്നിട്ടുള്ള പദങ്ങളിൽ കൃത്വാന്തം അവ്യയം ഏതാണ്? താഴെ തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ 3 തന്നിട്ടുണ്ട് ഇല്ലേ? നീത്വാ ത്വാം ആദായ. ആദായ വേണ്ട, വിസർഗം ഒഴിവാക്കണം. നീത്വാ ത്വാം ആദായ എന്ന് 3 പദം തന്നു കഴിഞ്ഞാൽ നീത്വാ എന്നുള്ളതാണ് കൃത്വാന്തം. നേരത്തെ നമ്മൾ തുമിന്നന്തം പഠിച്ചു, ലബന്ധം പഠിച്ചു. ഇവിടെ കൃത്വാന്തമാണ് പറയുന്നത്. നീത്വാ അല്ലെ? നയതി നീത്വാ, പഠതി പഠിത്വാ, ഗച്ഛതി ഗത്വാ തുടങ്ങിയത് ഉദാഹരണം. മനസ്സിലായില്ലേ? സമാനമായ ഉദാഹരണങ്ങളാണ് മാഷ് പറഞ്ഞത്. ഇവിടെ നീത്വാ എന്നുള്ളതാണ് നയതി എന്നുള്ള ലകാരത്തിന്റെ ദ്വാന്തമാണ് നീത്വാ. അപ്പം ഇതിൽ ഈ 3 കൊടുത്തതിൽ നീത്വാ ത്വാം ആദായ എന്നുള്ളതിൽ നീത്വാ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തതിലേക്ക് പോകാം. പക്ഷെ ഉത്സാഹേന സഹവർത്തതേ
ഉത്സാഹേന സഹ വർത്തതേ ഇത്യസ്യ ഏകപദം കിം? ഉത്സാഹത്തോട് കൂടി വർദ്ധിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. പാഠഭാഗത്തിൽ വരുന്നുണ്ട്. സോത്സാഹം മീനാഭേകാ മകരാ സർവേ സോത്സാഹം കില ക്രീഡന്തി എന്നാണ് വരി അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ട് പദം സൂചിപ്പിച്ചിട്ടുണ്ട്. സോത്സാഹം ഉത്സാഹത്തോട് കൂടി എന്ന അർത്ഥത്തില് ഞങ്ങൾ പറയും. ഉത്സാഹത്തോട് കൂടി എന്നതിൽ മലയാളത്തിൽ പറയുമ്പോൾ ഒറ്റ പദം സോത്സാഹം അല്ലെ. ഉത്സാഹേന സഹ സോത്സാഹം മറക്കാൻ പാടില്ല. അതുപോലെ മറ്റൊരു പദമാണ് കുടുംബേന സഹ സകുടുംബം. ഇവിടെ ഇല്ല, ഈ പാഠവുമായി ബന്ധപ്പെട്ടല്ല, ഒരു ഉദാഹരണം മാത്രം പറയാം. അപ്പോ ഉത്സാഹേന സഹ സോത്സാഹം എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പഠതി അത്ര കഹ ലകാര അല്ലെ. പഠതി എന്നുള്ളടുത്ത് ഏത് ലകാരമാണ്, ഏത് കാലമാണ് സൂചിപ്പിക്കുന്നത്? അപ്പൊ ലട്ട് എന്ന് പറഞ്ഞാൽ കാലത്തെ അല്ലെ, വർത്തമാന കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. മാറാൻ പാടില്ല. പഠതി ലട്ട്. അടുത്തത് ഗമിഷ്യതി ഇത്യസ്യ ധാതു കഃ? നേരത്തെ ജാനാദി എന്നുള്ളതിന്റെ ധാതു ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാഠത്തിൽ. ജാനാദി ധാതു ആണെന്ന് പറഞ്ഞു. ഇവിടെ ഗമിഷ്യതി എന്ന ക്രിയ പാഠത്തിലുണ്ട്. ഗമിഷ്യതി എന്ന ക്രിയയുടെ ധാതു റൂട്ട് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗമ എന്നാണ്. ഗം. യെസ്, അടുത്തേക്ക് പോവാം. പശ്യതി ഇതി ക്രിയാപദസ്യ ഋട്ട് രൂപം കിം? അല്ലെ, പശ്യതി എന്നതിന്റെ ഋട്ട് രൂപം എന്താണ്? ഭാവി സൂചിപ്പിക്കുന്ന ഋട്ട് അല്ലെ. ഋട്ട് ഏതാണ്? ദ്രക്ഷ്യതി എന്നാണ്. ദ്രക്ഷ്യതി. പശ്യതി ദ്രക്ഷ്യതി. പഠതി പഠിഷ്യതി എന്നുണ്ട് അല്ലെ. പഠതി പഠിഷ്യതി എന്നുണ്ട്. പക്ഷെ പശ്യതി എന്നുള്ളത് ചെറിയ വ്യത്യാസമുണ്ട്. ദ്രക്ഷ്യതി എന്നായി മാറും. ഇത് ചേച്ചി ശ്രദ്ധിക്കാനുള്ള കാര്യം മനസ്സിലായില്ലേ? എല്ലാത്തിനും ഇതുപോലെ കിട്ടൂല. അതുപോലെ മറ്റൊരു ഋട്ടാണ് ചോദിച്ചത്. പിബതി ഇത് ക്രിയാപദസ്യ ഋട്ട്. പശ്യതിന്റെ ദ്രക്ഷ്യതിയാണെങ്കിൽ പിബതിൻ്റെത് പാസ്യതി. ശ്രദ്ധിച്ചു നോക്കണേ. പിബതി പാസ്യതി. അതുപോലെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന മറ്റൊരു പദം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മനോഹരം അല്ലെ എന്നതിന്റെ സമാന പദം ഏതാണ്? മനോഹരം. ചാരു അല്ലെ. ചാരു. മകരഹ. മകരഹ എന്നുള്ളതിന്റെ സമാന പദം എന്താണ്? മകരഹ. എന്താണ് എന്താ അർത്ഥം മലയാളത്തിൽ? എന്താണ്? മുതല അല്ലെ. മുതലയാണ്. മകരഹ മുതല. നക്രഹ. അതെ. അതിന് സമാന പദം, മറ്റൊരു സമാന പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പവനഹ അല്ലെ. കാറ്റ്. കാറ്റിന്റെ ഒരുപാട് പര്യായങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെ, എന്തൊക്കെയാണ്? പവമാനഹ, പ്രപഞ്ചനഹ, വായുഹു അല്ലേ. പ്രഭഞ്ജനഹ എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ആ മതിഭാഗാണ്. പവമാനഹ, പ്രഭഞ്ജനഹ, വായുഹു. ഇങ്ങനെ മൂന്നെണ്ണാണ് വായുവിന്റെ പര്യായം. പ്രധാനപ്പെട്ടതാണ്. വേറെയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നെണ്ണം അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ജലം അല്ലെ, വെള്ളം എന്നുള്ളതിന്റെ പര്യായങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആപഹ, സലിലം. സലിലം നേരത്തെ പറഞ്ഞു. പയഹ, വാരി. മലയാളത്തിൽ പറയുമ്പോൾ അമ്പൂ ജലം വാരി എന്നും പറയും മാസിക്ക് അല്ലെ. അമ്പൂ ജലം വാരി എന്ന് പറഞ്ഞാല് ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായമാണ് അല്ലെ. അമ്പൂ എന്ന് പറഞ്ഞാൽ വെള്ളാണ്, ജലം എന്ന് പറഞ്ഞാൽ വെള്ളാണ്, വാരി എന്ന് പറഞ്ഞാലും വെള്ളാണ്. അപ്പൊ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് അമ്പൂ ജലം വാരി എന്ന് നമ്മൾ തമാശക്ക് പറയാറുണ്ട് അല്ലെ. അത് പര്യായ ജലത്തിന്റെ പര്യായ പദമാണെന്ന് മനസ്സിലാക്കും. അതുപോലെ മത്സ്യ, മത്സ്യത്തിന്റെ അല്ലെ, മത്സ്യത്തിന്റെ പര്യായ പദങ്ങള് അടുത്ത
അടുത്തത് വാക്യം ശുദ്ധീകരിക്കാനാണ്. വാക്യം ശുദ്ധീകരോതു. നൗകാചാലക നദീതരതി. നൗകാചാലക പറഞ്ഞാൽ നൗക തുഴയുന്ന അല്ലെ, തോണി തുഴയുന്നതാണ്. തോണി തുഴയുന്നാൽ നദീതരതി. അങ്ങനെ നദീതരതി നദിയെ അല്ലെ പറയുമ്പോ നദീം എന്ന് മാറ്റണം. അപ്പൊ നൗകാചാലക നദീം തരതി എന്നൊക്കെ മാറ്റണം. മാഷി 69ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. പറയും. ഇത് 69. പറഞ്ഞുതരാം. അടുത്ത പാഠത്തിൽ സ്ക്രീന് കാണുന്നുണ്ടോ? 39. പക്ഷേ മാഷി 69ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. മാഷി 69ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. 69 പറഞ്ഞു. വാക്യം ശുദ്ധം കരോതു. അതൊക്കെ ചോദ്യമാണ്. അതിന്റെ ചോദ്യം എന്താണ്? നൗകാചാലക നദീ തരതി. അത് മാറ്റിയിട്ട് നദീം തരതി. അടുത്തത് മീനാഹ സോത്സാഹം ക്രീഡതി. മീനാഹ സോത്സാഹം ക്രീഡതി അല്ലെ. മീനാഹ എന്ന് ബഹുവചനം വരുമ്പോ ക്രിയയും ബഹുവചനാവും. അപ്പൊ എന്താവും? ക്രീഡന്തി എന്നാണ്. മീനാഹ ക്രീഡന്തി. മീനാഹ ക്രീഡന്തി. ഇങ്ങനെ സോത്സാഹം. സമയം എനിക്ക് കാണുന്നുണ്ട്. പാഠം 6ാം ക്ലാസ്സിലെ പാഠം കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം അധികം പോകും. ഓക്കെ. കാകഃ ഭോജനാവശിഷ്ടം ഘാതന്തി. കാകഃ ഭോജനാവശിഷ്ടം ഘാതന്തി. കാകഃ ഏകവചനമാണ്. ഏകവചനവും ഘാതതി. ഓക്കെ. അടുത്ത ഹിമാചലം. അടുത്ത പാഠം ഹിമാചലം. സഹശബ്ദയോഗേ കാ വിഭക്തി. സഹശബ്ദയോഗേ കാ വിഭക്തി. സഹശബ്ദ ശബ്ദം വരുമ്പോ ഏത് വിഭക്തിയാണ് വരിക? തൃതീയ വിഭക്തി വരുകയുള്ളൂ. തൃതീയ വിഭക്തിയിൽ അല്ലെ. പുത്ര മാത്രാ സഹ വിദ്യാലയം ഗച്ഛതി എന്ന് ഉദാഹരണം. അടുത്ത ചോദ്യം. മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്യണം. മാഷി ഒന്ന് മ്യൂട്ടാക്കാൻ പറയൂ എല്ലാരോടും. കേൾക്കുന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യണം. നിങ്ങൾ ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ട് അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. ഉത്തരം ഇപ്പൊ പറയേണ്ടതില്ല. മാഷ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് കേൾക്കുക. നോക്കാം. സ്മശബ്ദയോഗേ കഹ ലകാരഃ ഭവതി. സ്മശബ്ദയോഗത്തിൽ ഏത് ലകാരമാണ് വരിക? ലിംഗ് അല്ലെ. സ്മ ഭൂതകാലാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ആണ് സ്മ അല്ലെ. ലിംഗ് ആണ്. ശബ്ദയോഗേ ലകാരഃ ലിംഗ് ലകാരഃ. അടുത്ത ചോദ്യം. സാഗം ശബ്ദയോഗേ കാ വിഭക്തി. സാഗം എന്ന ശബ്ദം എത്ര സഹാശബ്ദയോഗത്തിൽ തൃതീയ എന്ന് പറഞ്ഞു. അതുപോലെ സാഗം ശബ്ദവും തൃതീയയിൽ തന്നെയാണ് വരിക. അതുപോലെ അത് ചോദ്യം. ഗീതാഞ്ജലി നാമഗ്രന്ഥസ്യ കർത്താ കഹ. ഗീതാഞ്ജലി എന്ന ഗ്രന്ഥത്തിന്റെ പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അതാണ് ഉത്തരം അല്ലെ. തിരിച്ചു ചോദിക്കാം. രവീന്ദ്രനാഥ ടാഗോറസ്യ ഗ്രന്ഥഃ കഹ ഗീതാഞ്ജലി. അടുത്ത ചോദ്യം. ഗീതാഞ്ജലി നാമഗ്രന്ഥസ്യ കഹ പുരസ്കാരഃ പ്രാപ്തം. ഗീതാഞ്ജലി എന്ന ഗ്രന്ഥത്തിന് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? നൊബേൽ പുരസ്കാരമാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം. രവീന്ദ്രനാഥ ടാഗോർ മഹാശയേന ലിഖിത നാടകസ്യ നാമ കിം. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നാടകത്തിന്റെ പേരെന്താണ്? ചണ്ഡാലിക എന്നുള്ളതാണ്. ചണ്ഡാലിക. അടുത്തത് ഏകപദം ചോദിക്കുകയാണുള്ളത്. മഹാൻച അസൗ കവിഹി. മഹാനായിട്ടുള്ള കവി എന്ന ഏത് പദമാണ്? മഹാകവിഹി. മഹാൻച അസൗ കവിഹി ച ഒറ്റപദം മഹാകവി. ഏകം പദം അല്ലെ. മഹാകവിഹി എന്നാണ്. അടുത്തേക്ക് പോകാം. പക്ഷേ
അടുത്തത് സ്വപ്ന സമാനോയം പദച്ഛേദം അല്ലെ. സ്വപ്ന സമാനോയം എന്ന പദം എങ്ങനെയാണ് പദച്ഛേദം ചെയ്യേണ്ടത്? സ്വപ്ന സമാനഹ അധികം അയം എന്നാണ്. സ്വപ്ന സമാനഹ അധികം അയം സ്വപ്ന സമാനോയം. ആ വിസർഗം ഇതായിട്ട് മാറും, ഒരു ആ എന്നുള്ള ചിഹ്നമായിട്ട് ആയി ചിഹ്നമായിട്ട് മാറുന്നതാണ്. അങ്ങനെയാണ് സ്വപ്ന സമാനോയം എന്നാവുന്നത്. വിസർഗം ഓനാവും, അങ്ങനെയാണ് സ്വപ്ന സമാനോയം ആയത്. അടുത്തത് വിശ്വഭാരതി സർവകലാശാലായ ധ്യേയവാക്യം കിം. വിശ്വഭാരതി സർവകലാശാല ആരാണ് സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതിന്റെ ധ്യേയവാക്യം എന്താണ്? എത്ര വിശ്വം ഭവത്യേകനീടം. അതാണ് അതിന്റെ ധ്യേയവാക്യം. നമ്മൾ സംസ്കൃതത്തിലെ ഒരുപാട് ധ്യേയവാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ജനറൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ പഠിക്കുന്നതിൽ ഒരുപാട് ധ്യേയവാക്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ള വിശ്വഭാരതി സർവകലാശാലയുടെ ധ്യേയവാക്യമാണ് എത്ര വിശ്വം ഭവത്യേകനീടം. അടുത്ത ചോദ്യം സമാനപദം ലിഖത. സമാനപദം ലിഖത അല്ലെ. നേരത്തെ പറഞ്ഞു എന്താണ്? പവനഹ എന്നുള്ളതിന് മരുത്ത് എന്ന പദവും വരും ക്രിയ അല്ലെ, പര്യായ പദമായിട്ട്. അപ്പൊ മന്ദപവനഹ എന്നുള്ളതിനും സമാനപദം മന്ദമാരുത. ശില എന്നുള്ളത് മറ്റൊരു പദം പാഷാണഹ. നാഗഹ അല്ലെ, പാമ്പ് അല്ലെ, സർപ്പഹ സമാനപദം. രവഹ ശബ്ദഹ, ശബ്ദം അല്ലെ. രവഹ എന്ന് പറഞ്ഞാലും ശബ്ദഹ എന്ന് പറഞ്ഞാലും ശബ്ദം എന്നാണ്. ബാഠം എന്നൊക്കെ പറഞ്ഞതാണ് ബാഠം. നിശ്ചയേന തീർച്ചയായും എന്നുള്ളത് നിശ്ചയം അർത്ഥം. അടുത്തത് മഷമുള്ളൂ പ്രസാദ മഷൻ. അടുത്തത് പാഠവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വെർജിൻ ഗാൾട്ട് ഇത് സംസ്ഥായ ബഹിരാകാശ യാത്രാ കാര്യക്രമേ പ്രസ്ഥിത പ്രഥമ ഭാരതീയ. സന്തോഷ് ജോർജ് കുളങ്ങരയിലെ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതാണ് ചോദ്യം അല്ലെ. വെർജിൻ ഗാൾട്ട് എന്ന എന്താണ് പ്രസ്ഥാനത്തിന്റെ ബഹിരാകാശ യാത്രയുടെ എന്ന യാത്രാ പരിപാടിയിൽ പുറപ്പെട്ടതായ ആദ്യത്തെ മലയാളി അല്ലെ, ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? പ്രഥമ ഭാരതീയ സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങര. ഭാനുസിംഹ ഇത് തൂലിക നാംന. ഇത് കുറെ പ്രാവശ്യം വരാൻ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നത് രവീന്ദ്രനാഥ ടാഗോർ. യെസ്, കേരള സിംഹമൊക്കെ നമുക്കറിയാം. അതുപോലെ ഭാനുസിംഹ എന്ന് ഓർമ്മിച്ചിരിക്കാം. ഭാനു എന്ന് പറഞ്ഞാൽ അർത്ഥം സൂര്യ അർത്ഥം ഭാനു. അപ്പൊ ഭാനുസിംഹ അതാണ് രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം ഭീമാകാരം പശ്യാമ എന്നുള്ള പാഠത്തിലേക്കാണ്. ഭീമാകാരം പശ്യാമ അല്ലെ, ആനയുമായി ബന്ധപ്പെട്ട പാഠമാണ്. വേഗം വേഗം നമുക്ക് പോകാം, എളുപ്പമുള്ള പാഠമാണ്. ഗുരുവായൂർ ആനക്കോട്ട കസ്മിൻ ജില്ലായാം അസ്തി അല്ലെ. ഗുരുവായൂർ ആനക്കോട്ട ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. തൃശ്ശൂർ. ഗുരുവായൂർ പോയവർക്ക് അറിയാം അല്ലെ. ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം തൃശ്ശൂരാണെന്ന്. ഗുരുവായൂരിന് കുറച്ച് ദൂരേ ഉള്ളൂ, അതുകൊണ്ട് തൃശ്ശൂരാണെന്ന് മനസ്സിലാക്കാം. ഗജസ്യ ദീർഘ പീനാച്ച ഡാഷ്. ഗജസ്യ ആനയുടെ ദീർഘമായതും തളിച്ചതുമായ ഏത്? തുമ്പിക്കൈ. ശുണ്ട തുമ്പിക്കൈയാണ് ദീർഘം നീളമേറിയതും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ബ്രാക്കറ്റിൽ തരുമ്പോൾ ഓപ്ഷൻ ശ്രദ്ധിക്കണം. കർണഹ എന്ന് ചോദിക്കാം, പാദഹ എന്ന് ചോദിക്കാം അല്ലെ. അങ്ങനെയൊക്കെ ചോദിക്കാം. ഉത്തരം ശുണ്ടാന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിക്കണം. ദീർഘവും തടിച്ചതുമായ അവയവം ശുണ്ടയാണ്. അടുത്തത് ഗോഹസ്തിപ കിം നാമ മതജലം അല്ലെ. അത്ര സംബോധനാ പദം കിം. അതിലൊരു വാക്യമാണ് തന്നില്ല, ആ പാഠത്തിലൊരു വാക്യമാണ്. ഗോഹസ്തിപ കിം നാമ മതജലം. അത്ര സംബോധനാ പദം കിം അല്ലെ. സംബോധന, ഒരാളെ വിളിക്കാനാണ് സംബോധന ഉപയോഗിക്കുക. അപ്പൊ ആനയെ വിളിക്കുക ഹസ്തിപ എന്നാല് ആനപ്പാപ്പാനെ വിളിക്കുകയാണ് ഹസ്തിപ. ഏ ഹസ്തിപ, ഭോ ഹസ്തിപ എന്ന് വിളിക്കുന്നു. അപ്പൊ ഹസ്തിപ എന്നുള്ള പദമാണ് അതിലെ സംബോധനാ പദം. ഹസ്തിനം പാതി ഇതി അല്ലെ. ഹസ്തിപ എന്നുള്ളതിന്റെ വിഗ്രഹ പദമാണ് ഇവിടെ പറയുന്നത്. ഹസ്തിനം പാതി ഇതി
ആനയെ രക്ഷിക്കുന്നവൻ അല്ലെ, ഇതാണ് ശരിയായ അർത്ഥം കേട്ടോ. ആനയെ ഇപ്പം ചില പാപ്പാന്മാരൊക്കെ ആനയെ ശിക്ഷിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ കാണാറുണ്ട്. അപ്പോ അതൊക്കെ ആ പദത്തിന് യോജിക്കില്ല. അപ്പൊ ഇവിടെ ശരിയായ അർത്ഥം എന്താണ്? ഹസ്തിനം പാതി, ആനയെ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഹസ്തിപഹ, ആനപ്പാപ്പാൻ എന്നർത്ഥം. ഐതിഹ്യമാല നാമ ഗ്രന്ഥസ്യ കർത്താകഃ, ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. നമുക്ക് അറിയുന്നതാണ്, മലയാളത്തിൽ നേരത്തെ പഠിച്ചു വെച്ച പദങ്ങൾ, ചോദ്യങ്ങളാണ് അതൊക്കെ. അടുത്തത് സമാന പദം ലിഖത, സമാന പദം അല്ലെ, സമാനമായ മറ്റൊരു പദങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആനയുടെ മറ്റു പദങ്ങളൊക്കെയാണ് പറയുന്നത്. ദന്തി, ഹസ്തി, ജിപഹ, മാതംഗ, കരി. കേട്ട പദങ്ങൾ കുറച്ചുണ്ടാവും അല്ലെ. ജിപഹ എന്ന് കേട്ടിട്ടുണ്ടാവും, കരി എന്ന് കേട്ടിട്ടുണ്ടാവും, ബാക്കിയൊക്കെ പുതിയ ജിപഹ, മാതംഗ. ശരി, ശ്രദ്ധിക്കാം. അടുത്ത പദം അസ്മദ് ശബ്ദസ്യ ഷഷ്ടി ഏകവചനം രൂപം കിം? അസ്മദ് ശബ്ദസ്യ അല്ലെ, അസ്മദ് ശബ്ദം എന്നുള്ള പാഠത്തിൽ പഠിക്കാനുണ്ട്. അസ്മദ് ശബ്ദം പേജ് നമ്പർ 62 അസ്മദ് ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ 7 വിഭക്തികൾ കൊടുത്തിട്ടുണ്ട്, 3 വചനങ്ങൾ അഹമാവാം ഭയം. നമ്മൾ ചിലപ്പം ഇതില് ഏതാണ് കലോത്സവത്തിൽ പഠിച്ച് അല്ലെ, കലോത്സവത്തിൽ പങ്കെടുത്തവർ, മത്സരത്തിൽ പങ്കെടുത്തവർക്ക് ഒരു മത്സര ഇനമായിട്ട് എന്തുണ്ട്? സിദ്ധരൂപോച്ചാരണത്തില് ചൊല്ലാനുണ്ട് അല്ലെ. അഹം ആവാം ഭയം, അത് ചൊല്ലിയ കുട്ടികളൊക്കെ ഇതിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എത്രയും എളുപ്പമാണ് ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക അല്ലെ. അഹം എന്നുള്ളതിന്റെ ഷഷ്ടി വിഭക്തിയാണ് മമ. അസ്മദ് മമ. ഇനി ഹസ്തി, ഹസ്തഹ, സമാന പദം. ഹസ്തി ഹസ്തഹ അല്ലെ, ഹസ്തി ആനയാണ്, ഹസ്തഹ എന്ന കൈ എന്നാണ് അല്ലെ. ആനയുടെ കൈ എന്താണ്? തുമ്പിക്കൈയാണ് അല്ലെ. അപ്പൊ ആനയുടെ കൈ എന്നുള്ള അർത്ഥത്തില് സമാനമായ പദം അടുത്ത പാഠത്തിൽ പോവാം. സമയം വളരെ പരിമിതമാണ്. ജയസംതതം എന്നുള്ള പാഠത്തിൽ പോവാം. ജയസംതതം അല്ലെ, ആ മഞ്ഞിൻ കളിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു പാഠായിരിക്കും അല്ലെ. ശുദ്ധം കരോതു, അതെ, ഒന്നാമത് വരുന്നുണ്ട്. ബാലഹ ക്രീഡന്തി, ബാലഹ ക്രീഡന്തി അല്ലെ. ഒരു മിനിറ്റ് മക്കളെ. ക്രീഡതി, 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 ക്രീഡതി. ബാലഹ ക്രീഡതി, ക്രീഡന്തി എന്നാണ് ഉള്ളത്. അത് ശരിയാക്കി കഴിയുമ്പോൾ ബാലഹ എന്നുള്ളത് ഏകവചനമാണ്. അപ്പൊ ക്രിയയും ഏകവചനമായി മാറും. ക്രീഡതി അല്ലെ, ബാലഹ ക്രീഡതി. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അതിലെ ബാലികാഹ യോഗാസനം കരോതി അല്ലെ. ബാലികാഹ യോഗാസനം കരോതി. ഇവിടെ കരോതിയാണ് ക്രിയാപദം ഉള്ളത്. ബഹുവചനം ആവശ്യമില്ല, ഏകവചനം ആവശ്യമുള്ളൂ. ബാലിക യോഗാസനം കരോതി. യുവകഃ ഗച്ഛന്തി അല്ലെ, ഗച്ഛന്തി എന്ന് ബഹുവചനം കൊടുത്തുകൊണ്ട് യുവകഃ ബഹുവചനം തന്നെ വേണം അല്ലെ. യുവാക്കൾ, യുവകാഹ ഗച്ഛന്തി. അടുത്ത നോക്കാം. അദ്യ ബാലകഃ പഠതി, അദ്യ ബാലകഃ പഠതി, ശ്വഃ ബാലകഃ അല്ലെ, ഇന്ന് ബാലക ആൺകുട്ടി പഠിക്കുന്നു അല്ലെ, ഇന്ന് ആൺകുട്ടി പഠിക്കുന്നു. അദ്യ ബാലകഃ പഠതി, ശ്വഃ ബാലകഃ ഡാഷ്, ആൺകുട്ടി എന്താക്കും? പഠിക്കും അല്ലെ, പഠിഷ്യതി. ഹ്യഃ ബാലകഃ ഡാഷ്, ഇന്നലെ, ഹ്യഃ ഇന്നലെയാണ് അല്ലെ, ഇന്നലെ പഠിച്ചില്ലേ കുട്ടി? അപ്പൊ ഇന്നലെ അപഠത്, ഹ്യഃ ബാലകഃ അപഠത്. ശ്രദ്ധിക്കണം,
ഹ്യഹ വരുമ്പോൾ അപഠത്, അദ്യാവോ പഠതി, ശ്വഹ പഠിച്ചത്. പഠിഷ്യതി. അതെ, പഠിക്കും. ഇനി സംഖ്യയാണ് അല്ലെ, പ്രധാനപ്പെട്ട ഒരു സംഖ്യ വരുന്നത് നവതിഹി ചത്വാരിംശത്. നവതിഹി എന്ന് പറഞ്ഞാൽ എത്രയാ? 90 അല്ലെ. നവതിഹി 90 ചത്വാരിംശത്. സംഖ്യ ചോദിക്കാൻ സാധ്യതയില്ലാണ് അല്ലേ. അപ്പൊ സംഖ്യ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഏകദേശം നമ്മള് 10, 20, 30, 40 അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 100 വരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കി സംഖ്യയൊക്കെ പഠിക്കാം. അപ്പൊ അതുകൊണ്ട് ദശ, വിംശതി, വിംശത് ഇങ്ങനെയുള്ളത് 100 വരെ പഠിച്ചു. ശരി, അടുത്തേക്ക് പോവാം. അകരോത് ക്രിയാപദസ്യ ലകാരഃ കഃ. അകരോത് ലങ് ലകാരമാണ്. പ്രാവശ്യം പറഞ്ഞു, കേൾക്കുന്നില്ലേ? എല്ലാവരും മ്യൂട്ട് ചെയ്യണം മക്കളെ. അകരോത് എന്നുള്ളത് ലങ് ലകാരമാണെന്ന് മനസ്സിലാക്കുക. കരോതി എന്നുള്ളതിന്റെ കരോതി ലട്ട് ലകാരമാണ്, അതിന്റെ ലങ്ങാണ് അകരോത്. കേട്ടില്ലേ? മനസ്സിലായില്ലേ? പഠതി അപഠത് എന്ന് പറയുന്നത് പോലെ കരോതി അകരോത് എന്ന് ലങ്ങിലേക്ക് മാറും. അടുത്തത് തനുഹു സമാന പദം കിം. തനുഹു എന്നതിന്റെ സമാന പദം എന്താണ് പാഠത്തിൽ കൊടുത്തിട്ടുള്ളത്? ശരീരം. ശരീരം എന്നുള്ളതാണ്. ഇനി അടുത്ത പാഠത്തേക്ക് പോകാം. പക്ഷെ 8ാമത്തെ പാഠം പക്ഷെ നമുക്ക് അവസാനത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. ബാബാ സാഹേബ് അംബേദ്കർ. അതിലിവിടെ കുറെ ചോദ്യങ്ങൾ സാധ്യതയുള്ളതാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാരതരാജ്യസ്യ ശില്പി കഹ. ഭാരത രാജ്യത്തിന്റെ അല്ലെ, ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഒക്കെ പഠിച്ചാണ് അല്ലെ. ബി.ആർ. അംബേദ്കർ, ബാബാ സാഹേബ് അംബേദ്കർ, മഹാശയ. ഇവിടെ ചെറിയ എടുത്തിട്ടുണ്ട്. യെസ്, ഒന്ന് മ്യൂട്ടാക്കണം എല്ലാവരും. ക്ലാസ് ക്ലിയർ കുറവാണ്. സാറൊന്നും കേൾക്കുന്നില്ല. പക്ഷെ എല്ലാരും മൈക്കോണാക്കി പറയണത് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ആരും ഇനി സംസാരിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് സമയം തരാം. അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമയം തരും മാഷി. അതുകൊണ്ട് ഇപ്പോഴാരും മൈക്ക് ഓൺ ചെയ്യേണ്ടതില്ല. നമുക്ക് ഈ ക്ലാസ് തീരാൻ വേണ്ടി സമയം അധികം പോവുകയാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം അധികം പോവും. അതുകൊണ്ട് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എഴുതിയെടുക്കാനൊക്കെ ഉണ്ട് അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അതൊക്കെ എഴുതിയെടുക്കാനുണ്ട്. ഇപ്പൊ സമയം വേണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സമയമൊക്കെ ഉണ്ട് വേണം അല്ലെ. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ശരി, നോക്കാം. അപ്പൊ 2ാമത്തെ ചോദ്യം, ബാബാ സാഹിബ് അംബേദ്കർ മഹാശയ കഥാ ഭാരതരത്ന പുരസ്കാര പ്രാപ്ത. ചെറിയ അക്ഷരത്തിട്ടുണ്ട് അവിടെ. ബാബാ സാഹിബ് അംബേദ്കർ മഹാശയ കഥാ ഭാരതരത്ന പുരസ്കാര പ്രാപ്ത. എപ്പോഴാണ് ഭാരതരത്ന പുരസ്കാരം നേടിയത് എന്നാണ് ചോദ്യം അല്ലെ. ഇവിടെ ഉത്തരം നിങ്ങൾക്ക് 1880-ലാണ്. അവിടെ കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അത് ഓർമ്മിച്ച് വെക്കാതെ സംസ്കൃതം ചോദിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെത്. അപ്പൊ അതും മനസ്സിലാക്കി. അതെ, അടുത്ത പാഠത്തിലേക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഭാരതസ്യ പ്രഥമ നിയമമന്ത്രി കഹ. ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? അടുത്ത ചോദ്യം, ഇതെവിടെയായിട്ടുള്ളത് ചോദ്യം അറിയാം നിങ്ങൾക്ക്? അംബേദ്കർ എന്ന പാഠത്തില് 78ാമത്തെ പേജില് അല്ലെ, അവിടെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചിട്ട് എഴുതാനുണ്ട് അല്ലെ. ഒരു പാരഗ്രാഫ് എഴുതാനൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവിടെയാണ് ആ ചോദ്യം കിടക്കുന്നത്. പ്രഥമ വിദ്യാഭ്യാസ സചിവ. കേട്ടോ, ഒരു മരത്തിൽ തൂക്കിയിട്ടതുണ്ടോ സൂചന? ആ സൂചനയിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എഴുതേണ്ടതാണ്. ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. അപ്പൊ അതിലാണ് ചോദ്യം കിടക്കുന്നത്. പ്രഥമ വിദ്യാഭ്യാസ സചിവ. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്?
ഇന്ത്യയുടെ ആദ്യത്തെ. അപ്പൊ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനം കഥാ ഭവതി, അല്ലെ? കഥാ ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ് എന്നാണ് ചോദ്യം. നവംബർ 7 അല്ലെ? നവംബർ 11. അവിടെ തന്നെയുള്ള ചോദ്യം ഉത്തരാണ് നവംബർ 11, നവംബർ ഏകാദശ. ഓർമ്മിച്ച് വെക്കാം കേട്ടാ. ഈ രണ്ട് കാര്യം പ്രധാനമാണ്, ഓർമ്മിച്ച് വെക്കണം. മൗലാന അബ്ദുൽ കലാം ഒന്നല്ലല്ലോ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുദേവ കഥാജനി മലപത. അവിടെ അടുത്ത പേജില് 79ാമത്തെ പേജിൽ കുറെ ആൾക്കാരുടെ ജനനമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ വൈകാട്ട് പഠിച്ചു വെക്കണം മക്കളെ. ഇവരൊന്നും അതിന് വകുപ്പില്ല, കൃത്യമായി പഠിച്ചു വെക്കുക. അയ്യ വൈകുണ്ഠസ്വാമി ജനിച്ചത്, അയ്യങ്കാളി ജനിച്ചത്, അല്ലെ? അതുപോലെ ശ്രീശങ്കരാചാര്യര്, ശ്രീനാരായണ ഗുരു ഒക്കെ ജനിച്ച വർഷം കൃത്യമായി ഓർമ്മിച്ച് വെക്കുക. അത് എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞിട്ട് അധികം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുപോലെ അതിന്റെ സംസ്കൃതവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സംസ്കൃതം ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസ്കൃതം എഴുതേണ്ടത്? ഒരു ഉദാഹരണത്തിന് അയ്യങ്കാളി കഥാജനി മലബത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ 1863 അദ്ദേഹം ജനിച്ചത്. 1863 അയ്യങ്കാളി ജനിച്ചിട്ടുള്ളത്. അപ്പൊ അത് സംസ്കൃതത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? ആദ്യം നമ്മൾ 63 എടുക്കാം, അല്ലെ? ആദ്യം 63 എടുക്കുമ്പോൾ 63 സംസ്കൃതത്തിൽ പറയാം 60 എന്താ പറയാ? ഷഷ്ടി, അല്ലെ? ത്രിഷഷ്ടി, അല്ലെ? ത്രിഷഷ്ടി അധികമായിട്ടുള്ള. പിന്നെ അടുത്തത് എന്താണ്? 800 അല്ലെ? ബാക്കി എടുക്കുമ്പോ 800 10 100ന്റെ സ്ഥാനത്തേക്ക് പോകുമ്പോ 800. അപ്പൊ 800 അഷ്ടശതം, അല്ലെ? അഷ്ടശതോത്തര. പിന്നെ 1000. വലതുഭാഗത്തുനിന്ന് ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ പോകണം. അപ്പൊ ആദ്യം എടുക്കുമ്പോ ത്രിഷഷ്ടി, അല്ലെ? ത്രിഷഷ്ടി അധിക അഷ്ടശതോത്തര സഹസ്രതമേ വർഷേ അയ്യങ്കാളി ജനിമലബത. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് സംഖ്യ അത് ഇവിടെതാ മാഷ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സംഖ്യ അക്ഷരേഹി ലിഖത, ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനം തന്നെയാണ് ഇത്. മാഷ് ഇത്രയും പറയുന്നുള്ളൂ, ഏത് സംഖ്യ ആയാലും ആദ്യം എടുക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെയും 10ന്റെയും എടുക്കുക നമ്മള്, അല്ലെ? ആ 10ന്റെ സ്ഥാനത്തെ സംഖ്യ പറഞ്ഞതിന് ശേഷം 100ന്റെ സ്ഥാനത്തേക്ക് പോവാ, അതിനുശേഷം 1000ന്റെ സ്ഥാനത്തേക്ക് പോവാ. ആ രീതിയിൽ എടുക്കണം, അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കിയേ, എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 1946, അല്ലേ? 56 അല്ലേ മാഷേ? 1956. എങ്ങനെയാ കൊടുത്തത്? ആദ്യം 56ന് എടുക്കാം. 56 എന്താ പറയാ? എല്ലാരും പഠിക്കാൻ പോവുകയാണ്. ഒരു അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. അവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മാത്രമേ ക്ലാസ് തീർക്കാൻ പറ്റുള്ളൂ. ക്ലാസ് കഴിയാനായോ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞു, ലാസ്റ്റ് പാഠം കഴിഞ്ഞു. മാഷ് ഒന്ന് എല്ലാരോടൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറയാ. മാഷ് എല്ലാരും മ്യൂട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാണ് ഇതാ പോകുന്നു. അപ്പൊ സംഖ്യ പഠിക്കാൻ എളുപ്പ വഴിയാണ് പറഞ്ഞത്. സംഖ്യ പറയുമ്പോൾ എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് തുടങ്ങി ഇങ്ങനെ പോകണം. പോകുമ്പോൾ ഇവിടെ ആദ്യം 56നെ എടുക്കുമ്പോൾ 56ന് എന്താ പറയാ? ഷഡ്പഞ്ചാശത് അധികമായിട്ടുള്ള, അല്ലെ? പിന്നെയോ 900 കൂടിയ 1000, അല്ലെ? അങ്ങനെ പറയുമ്പോഴ് ഷഡ്പഞ്ചാശത് അധിക അഷ്ടശതോത്തര മാറിയിട്ടുണ്ട്. അഷ്ടശതോത്തര നവശതോത്തര സഹസ്രതമേ വർഷേ എന്നാണ്, അതല്ലേ? അവിടെ
യെസ്. അപ്പൊ അത് നമുക്ക് പാഠത്തിൽ പഠിച്ചതാണ് എല്ലാവരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. കഴിഞ്ഞില്ലേ പക്ഷേ? ഇനി സംഖ്യയാണ്. അതെല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സംഖ്യ ഉണ്ട് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത് നമുക്കത് ഇരുന്ന് എഴുതിയെടുക്കാം. ഈ സംഖ്യ നമുക്കത് ഗ്രൂപ്പിൽ അയച്ചു തരുമ്പോൾ കൃത്യമായിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അയച്ചു തരാം. ആ തെറ്റൊക്കെ തിരുത്തിയിട്ട് അയച്ചു തരാം. അതിനുശേഷം മാത്രമേ മക്കൾ എഴുതിയെടുക്കേണ്ടതുള്ളൂ. അതായത് നമ്മൾ സമയം അരമണിക്കൂർ അധികമായിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് കുറച്ചധികം സമയം പോയത്. എന്ത് തന്നെയായാലും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ സംശയമുള്ള ഭാഗം മാത്രം അതൊന്ന് ക്ലാസ് ടീച്ചറോട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ചർച്ച ചെയ്താൽ തീരില്ല. എല്ലാവർക്കും സംശയമുണ്ടാകും. ഈ ചോദ്യം വെച്ചിട്ട് ക്ലാസ് ടീച്ചറോട് ഒന്ന് ചോദിച്ചാൽ മതി. അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അവർക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഷയിൽ പറയേണ്ടതുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇനിയും പോകും. എല്ലാവർക്കും ചില സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെറിയ സംശയങ്ങളെ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ സംശയം നിങ്ങളെ ക്ലാസ് ടീച്ചറോട് നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിനും കിട്ടും ഈ ക്വസ്റ്റ്യൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. സംശയമുള്ളത് ചോദിക്കാം. അങ്ങനെ അതാണ് നല്ലതെന്ന് തോന്നുന്നു. നിർത്താൻ പറയോ?